എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന പാർട്ടാണ്. അതിനകത്ത് വിദ്യാഭ്യാസ കമ്മീഷനുകൾ വന്നതിന് ശേഷം കുറേ വിദ്യാഭ്യാസ നയങ്ങൾ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ കുറച്ച് കമ്മീഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? കുറച്ച് വിദ്യാഭ്യാസ നയങ്ങൾ വന്നിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ളതല്ല, നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന വിദ്യാഭ്യാസ നയങ്ങളാണ്. അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ കുറേ വിദ്യാഭ്യാസ കമ്മീഷനുകൾ വന്നിട്ടുണ്ട്, അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് വന്നേക്കുന്നത്? വിദ്യാഭ്യാസ നയങ്ങൾ വന്നേക്കുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1968 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. 1968 ദേശീയ വിദ്യാഭ്യാസ നയം പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം ഏതാന്ന് ചോദിച്ചാൽ 1968 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അത് തന്നെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം അത് 1968 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. എന്നാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ തുടങ്ങിയത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കോത്താരി കമ്മീഷനെ പറ്റി നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. കോത്താരി കമ്മീഷൻ 1964-66 കാലഘട്ടത്തിൽ വന്നതാണ്. കോത്താരി കമ്മീഷൻ 1964-66 കാലഘട്ടങ്ങളിൽ വന്ന ഒരു കമ്മീഷനായിരുന്നു കോത്താരി കമ്മീഷൻ. അതിനുശേഷമാണ് ഏത് വരുന്നത്? 1968 ദേശീയ വിദ്യാഭ്യാസ നയം. വർഷം കൂടി കൂട്ടിച്ചേർത്ത് വേണം നമുക്ക് പഠിക്കാൻ. 1968 ദേശീയ വിദ്യാഭ്യാസ നയം കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെയും ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 1968 ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. ഓർത്തു വെച്ചേക്കണം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടുന്നത് 1968 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ഇതാരാണ്? ആര് പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇത് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഏത് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് എന്ന് ഓർത്തു വച്ചേക്കണം. കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെയും ശുപാർശയുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓർത്തു വെക്കാലോ, കോത്താരി കമ്മീഷൻ 1964-66 അറിയാമെങ്കിൽ ആ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം വന്ന വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് 1968 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. നമുക്കറിയാം, ഇതിനു മുന്നേ തന്നെ കുറെ കമ്മീഷൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ 1968 ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നതിനു മുന്നേ തന്നെ കുറെ കമ്മീഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് സ്വാതന്ത്ര്യത്തിനു മുൻപ് വന്ന കമ്മീഷൻസും, ഹണ്ടർ കമ്മീഷനും, ഹാർട്ടോക്കും, വുഡ്സ് ഡെസ്പാച്ചും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനും ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിനുശേഷമൊക്കെയാണ് ഏത് വരുന്നത്? ദേശീയ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഓർത്തു വെക്കേണ്ടുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയമാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം. ആരുടെ കാലത്ത്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്. ഏത് റിപ്പോർട്ടിന്റെ ശുപാർശ പ്രകാരമാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് കോത്താരി കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം 1968 നിലവിൽ വരുന്നത്. അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് ഓർത്തു വച്ചേക്കുക. ഇനി നമ്മൾ പോകുന്നത്
ഇതിന് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നടപ്പാക്കാൻ പറ്റിയോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നോക്കിക്കേ, ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവില് വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു എന്നത് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു. എന്താണ് പറഞ്ഞത്? ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക്, ഗ്രാമപ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവില് വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. അതതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഓർത്തു വെച്ചാൽ മതി, ഗ്രാമപ്രദേശത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവില് വിദ്യാഭ്യാസ സൗകര്യം ലഭിക്കാനായിട്ട് ശുപാർശ ചെയ്ത കമ്മീഷനാണ് 1968 ഏത് കമ്മീഷനല്ല, വിദ്യാഭ്യാസ നയം. 1968 വിദ്യാഭ്യാസ നയം. ചെറിയ പോയിന്റായിട്ട് ഓർത്തു വെക്കുക. എങ്ങനെയാണ്? ഗ്രാമപ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ പോയി എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പെടുത്തി. ഏത് നയപ്രകാരം? 1968 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം. അടുത്തെന്ന് പറയുന്നത് സമൂലമായ പുനർനിർമ്മാണത്തിന് ആഹ്വാനം ചെയ്യുകയും തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത നയമായിരുന്നു. സമൂല പുനർനിർമ്മാണത്തിന്, അതായത് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന വിദ്യാഭ്യാസ രീതിയിൽ മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവരണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതിനല്ലേ വിദ്യാഭ്യാസ നയം വരുന്നത്? അതായത് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ പുതിയ രീതികൾ അങ്ങനെയൊക്കെ അവലംബിക്കാനല്ലേ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ സമൂലമായ ഒരു പുനർനിർമ്മാണത്തിന്, അതുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മൊത്തത്തിൽ ഒരു മാറ്റം വരണം, സമൂലമായ പുനർനിർമ്മാണത്തിന് ആഹ്വാനം ചെയ്തു. അതുപോലെ തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ, അതായത് വലിയവനെന്നോ താഴ്ന്നവനെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പരിഗണിക്കാതെ സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവർക്കും തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ നിർദ്ദേശിച്ച നയമായിരുന്നു ഏത്? 1968 ദേശീയ വിദ്യാഭ്യാസ നയം. നമ്മൾ 2 പോയിന്റുകളാണ് പറഞ്ഞത്, ഓർത്തു നോക്കിക്കേ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവില് വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു എന്നത് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതയായിരുന്നു. അതുപോലെ സമൂലമായിട്ടുള്ള ഒരു പുനർനിർമ്മാണം എന്തോത്തില്? വിദ്യാഭ്യാസത്തില് ആഹ്വാനം ചെയ്തു. സമൂലമായ പുനർനിർമ്മാണം ആഹ്വാനം ചെയ്തു. അതുപോലെ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസ അവസരങ്ങൾ, തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത നയമായിരുന്നു 1968 ദേശീയ വിദ്യാഭ്യാസ നയം. ഇപ്പോൾ ഈ 2 പോയിന്റ് മാത്രം മനസ്സിലിരുന്നാൽ മതി. ഗ്രാമപ്രദേശത്തിലെ കുട്ടികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ വിദ്യാഭ്യാസ സൗകര്യം കിട്ടിയെന്നും എല്ലാ മേഖലയിലും ഒരു പുനർനിർമ്മാണം നടത്തിയെന്നും അതുപോലെ എല്ലാവർക്കും തുല്യ അവസരം, ഈ 2 പോയിന്റ് കീവേഡായിട്ട് ഓർത്തു വെക്കുക. ഇനി എന്തൊക്കെയാണ് ഈ നയത്തിൽ പറയുന്നത്? ദേശീയ ഉദ്ഗ്രഥനവും കൂടുതൽ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം കൈവരിക്കുക എന്നതും ഈ നയത്തിന്റെ ഒരു നിർദ്ദേശമായിരുന്നു. എങ്ങനെയാണ്? ദേശീയോദ്ഗ്രഥനവും കൂടുതൽ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം. ദേശീയോദ്ഗ്രഥനവും കൂടുതൽ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം. ഒരു പക്ഷേ നമ്മൾ ഒരു പ്രസ്താവന രീതിയിലൊക്കെ തരുമ്പം തെറ്റിക്കുന്ന പോയിന്റ് ആയിരിക്കും. 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഈ പറയുന്ന സാമ്പത്തികത്തിന്റെ കാര്യം പറയൂ, സാംസ്കാരികത്തിന്റെ കാര്യം പറയൂ. ഉറപ്പായിട്ടുമുണ്ട്. ദേശീയോദ്ഗ്രഥനവും അതുപോലെ കൂടുതൽ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം. ദേശീയോദ്ഗ്രഥനവും
കൂടുതൽ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം കൈവരിക്കുക എന്നുള്ളതും 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിർദ്ദേശമായിരുന്നു. അതുപോലെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ നടപ്പിലാക്കേണ്ട ത്രിഭാഷാ സൂത്രവാക്യം എന്ന പഠന നയം അവതരിപ്പിച്ചു. മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പറഞ്ഞത്? ത്രിഭാഷാ സൂത്രവാക്യം. ത്രിഭാഷാ സൂത്രവാക്യം സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ നടപ്പിലാക്കേണ്ട ത്രിഭാഷാ സൂത്രവാക്യം എന്ന പഠന നയം അവതരിപ്പിച്ചു. ഇപ്പൊ ത്രിഭാഷാ സൂത്രവാക്യം എന്നുള്ള കീവേഡ് ഓർത്ത് വെച്ചേക്കണം. ത്രിഭാഷാ സൂത്രവാക്യം എവിടെയാണ് നമ്മൾ കേട്ടത്? നമ്മൾ കമ്മീഷൻ പഠിക്കുന്ന സമയത്തും കേൾക്കും. അതുപോലെ ത്രിഭാഷാ സൂത്രവാക്യം ഏത് വിദ്യാഭ്യാസ നയത്തിലാണ് പറഞ്ഞത്? ആദ്യമായിട്ട് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിർദ്ദേശങ്ങളിൽ നമ്മൾ പഠിച്ചു. ത്രിഭാഷാ സൂത്രവാക്യം എന്ന പഠന നയം അവതരിപ്പിച്ചു. എങ്ങനെയാ പറഞ്ഞത്? സെക്കൻഡറി വിദ്യാഭ്യാസത്തില് നടപ്പിലാക്കേണ്ട ത്രിഭാഷാ സൂത്രവാക്യം എന്ന നയം അവതരിപ്പിച്ചത് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിലായിരുന്നു. അതുപോലെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഇത് നമ്മൾ എല്ലായിടവും കേൾക്കുന്നതാണല്ലേ? വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും കേൾക്കുന്നതാണ്. എങ്ങനെ? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. അതെവിടെയും പറഞ്ഞിട്ടുണ്ട്. 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്ത്? സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം. ഇനി വിദ്യാഭ്യാസ അവസരങ്ങളിലെ തുല്യത. അത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് രീതിയിൽ? ഒരു നിർദ്ദേശമായിരുന്നു തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ എന്നുള്ളത്. അത് തന്നെയാണ് ഈ പറഞ്ഞത്. വിദ്യാഭ്യാസ അവസരങ്ങളിലെ തുല്യത എന്നുള്ളതും 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകത തന്നെയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകൾ മാത്രം ഓർത്തു നോക്കേ. എന്തൊക്കെ പറഞ്ഞു? ദേശീയോദ്ഗ്രഥനവും കൂടുതൽ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം. ദേശീയോദ്ഗ്രഥനവും കൂടുതൽ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം കൈവരിക്കുക. സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ നടപ്പിലാക്കേണ്ട ത്രിഭാഷാ സൂത്രവാക്യം എന്ന പഠന നയം അവതരിപ്പിച്ചു. സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസ അവസരങ്ങളിലെ തുല്യത. ഈ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് ആരാണ്? 1968 ദേശീയ വിദ്യാഭ്യാസ നയം. ആരുടെ ശുപാർശ പ്രകാരം വന്നത്? കൊത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെയും ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ വന്നതാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? സാക്ഷരതയുടെയും മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന്റെയും വ്യാപനം മുന്നോട്ട് വെച്ചു. ഈ ഒരു നിർദ്ദേശവും ദേശീയ വിദ്യാഭ്യാസ നയം 1968 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്താണ്? സാക്ഷരതയുടെയും മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന്റെയും വ്യാപനം. സാക്ഷരത, എല്ലാരെയും സാക്ഷരരാക്കുക. എത്രയോ പദ്ധതികൾ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്നു അല്ലേ? വയോജന വിദ്യാഭ്യാസം, അങ്ങനെ പ്രായമായവർക്കും എല്ലാം അല്ലേ നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, അക്ഷരാഭ്യാസം കൊടുക്കാൻ കുറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടല്ലേ? അപ്പൊ നോക്കിയത് അന്നത്തെ കാലത്തൊട്ടേ പറയുന്നുണ്ട്. സാക്ഷരതയുടെയും മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന്റെയും വ്യാപനം. എങ്ങനെ? രണ്ട് കാര്യങ്ങളാണ് പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? സാക്ഷരത വ്യാപിപ്പിക്കുക, മുതിർന്നവരുടെ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക, എല്ലാരെയും സാക്ഷരരാക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ഏതാണ്? രാജ്യത്താകമാനം 10, +2, +3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയം. 10, +2, +3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയം. അപ്പോൾ ഓർത്തു വച്ചേക്കണം. നമ്മൾ അതുപോലെ വേറൊരു കാര്യം ഭാഷയുടെ പഠിച്ചല്ലേ? ത്രിഭാഷാ സൂത്രവാക്യം ഏത് വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചതായിരുന്നു? 1968 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചതായിരുന്നു ത്രിഭാഷാ സൂത്രവാക്യം. അത് നമ്മൾ മുന്നേ പറഞ്ഞു. അതുപോലെ ഈ ഒരു 3 കാര്യം ഏതാ? 10, +2, +3.
ഇപ്പൊ നേരത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പോകും. പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് കോളേജുമായിട്ട് അറ്റാച്ച് ചെയ്ത ഇതായിരുന്നു, സമ്പ്രദായമായിരുന്നു അല്ലേ. അതിനുശേഷമാണ് ഇപ്പോഴൊക്കെ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ പണ്ട് നമ്മുടെ അച്ഛനും അമ്മമാരോടൊക്കെ ചോദിക്കുമ്പം ആ ഒരു ജനറേഷനിലുള്ളവർ എന്ത് പറയും? അവർ പോകുന്നത് ഇതുപോലെ പ്രീ ഡിഗ്രി ആണ് എന്ന് പറയും അല്ലേ. പ്രീ ഡിഗ്രി എന്ന് പറയുന്ന കോഴ്സാണ്. പക്ഷെ ഇപ്പോഴെന്താണ്? +2 ആണ് അല്ലേ. 10ന് ശേഷം ഈ +2 എന്ന് പറയുന്നത് സ്കൂളുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കാണ്. നേരത്തെ എന്ന് പറയുന്നതോ കോളേജുമായിട്ട് അറ്റാച്ച് ചെയ്തായിരുന്നു വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, രാജ്യത്താകമാനം 10 വർഷത്തിലെ നമ്മുടെ പാഠ്യപദ്ധതി, അതിനുശേഷം +2, അതിനുശേഷം +3 എന്ന രീതിയിലുള്ള ഡിഗ്രി ബിരുദം എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയമാണേത്? 1968 ദേശീയ വിദ്യാഭ്യാസ നയം. ഇപ്പൊ 2 കാര്യങ്ങൾ ഓർത്തേ. ത്രിഭാഷാ സൂത്രവാക്യവും അതുപോലെ 10, +2, +3 എന്ന രീതിയിലുള്ള പഠനക്രമവും നടപ്പിലാക്കാൻ സാധിച്ച നയമാണേത്? ദേശീയ വിദ്യാഭ്യാസ നയം 1968 എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ നയമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, ന്യൂനപക്ഷങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ നയം. ഇപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? സാക്ഷരതയുടെ വ്യാപനവും മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും. ഏതൊക്കെയായിരുന്നു? സാക്ഷരതയുടെ വ്യാപനവും മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും. അതുപോലെ നമുക്ക് എന്ത് പറയണം? ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, അതിനും ഊന്നൽ നൽകി. ഏത്? 1968 ദേശീയ വിദ്യാഭ്യാസ നയം. ഇനി വയോജന വിദ്യാഭ്യാസം, ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചുകൂടായോ? ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, വയോജനങ്ങളുടെ വിദ്യാഭ്യാസം, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, അത് തന്നല്ലേ വിദ്യാഭ്യാസത്തിലെ അവസരങ്ങളിലെ തുല്യത എന്ന് പറയുന്നത്? എല്ലാവർക്കും തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നുകൊണ്ട് പറയുന്നത്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. എങ്ങനെ? ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, വയോജനങ്ങളുടെ വിദ്യാഭ്യാസം, സാക്ഷരതയുടെ വ്യാപനം, മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം. ഇനി നോക്കിക്കേ, പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്ര പഠനത്തിന്റെ വികസനം. ഇതെല്ലാം പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും, പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്ര പഠനത്തിന്റെ വികസനം എന്നിവയും 1968 ദേശീയ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകിയ മേഖലയായിരുന്നു. ഏതാണ്? പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും. ഏതൊക്കെ രീതിയിലുള്ള പാഠ്യപദ്ധതി നടപ്പിലാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. പാഠ്യപുസ്തകങ്ങളുടെ രചനയും വിതരണവും, അതുപോലെ ശാസ്ത്ര പഠനത്തിന്റെ വികസനം. ശാസ്ത്ര പഠനത്തിന്റെ വികസനം, കുട്ടികളെ കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ അങ്ങനെയുള്ള പഠനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്ര പഠനത്തിന്റെ വികസനം. അപ്പൊ ഇതിനെല്ലാം ഊന്നൽ നൽകി ആര്? ദേശീയ വിദ്യാഭ്യാസ നയം 1968. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്? സാക്ഷരതയുടെയും മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന്റെയും വ്യാപനം, സാക്ഷരതയുടെയും മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന്റെയും വ്യാപനം, രാജ്യത്താകമാനം 10, +2, +3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയമാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം, പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും, അതുപോലെ തന്നെ ശാസ്ത്ര പഠനത്തിന്റെ വികസനം. ഇതെല്ലാം 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഇനി എന്തൊക്കെയാ പറയുന്നത് നോക്കാം. അധ്യാപകരുടെ ഉന്നമനം. നമുക്ക് എല്ലാ പോയിന്റും ഓർത്ത് വെച്ചെങ്കിലേ എക്സാമിന് ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ദേശീയ വിദ്യാഭ്യാസ നയം 1968 ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും വായിച്ചു വെച്ചെങ്കിലല്ലേ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകണം ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് എന്നുള്ളത്. അപ്പൊ അധ്യാപകരുടെ ഉന്നമനത്തെ പറ്റിയും ഇതിൽ പറയുന്നുണ്ട്. 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തില് അധ്യാപകരുടെ ഉന്നമനത്തെ പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ ഉന്നമനം, അതായത് അധ്യാപകരുടെ പദവി, ശമ്പളം, അവരുടെ വിദ്യാഭ്യാസം
ഇതിനെപ്പറ്റി ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇതൊക്കെ എങ്ങനെയായിരിക്കണം, അവർക്ക് കൊടുക്കേണ്ടുന്ന മുൻഗണന എങ്ങനെയായിരിക്കണം, അവരുടെ വിദ്യാഭ്യാസം ഏത് രീതിയിലുള്ളതായിരിക്കണം എന്നതിനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ. അധ്യാപകരുടെ ഉന്നമനം, അപ്പം അധ്യാപകരെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പോയിന്റ് ആദ്യം മനസ്സിൽ വെക്കുക. ദേശീയ വിദ്യാഭ്യാസ നയം 1968 എന്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്? വയോജനങ്ങളുടെ വിദ്യാഭ്യാസത്തെയും ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തെയും വിദ്യാഭ്യാസങ്ങളിലെ അവസരങ്ങളുടെ തുല്യതയും ഒക്കെ കൂടാതെ അധ്യാപകരെ പറ്റിയും എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? അധ്യാപകരുടെ ഉന്നമനത്തെ പറ്റി പറയുന്നു, അധ്യാപകരുടെ പദവിയെ പറ്റി പറയുന്നു, അവരുടെ ശമ്പളത്തെ പറ്റി പറയുന്നു, അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നു. ഇനി നോക്കിക്കേ, കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നുള്ളതും ദേശീയ വിദ്യാഭ്യാസ നയം 1968 ഉൾക്കൊള്ളിച്ച ഒരു വസ്തുതയായിരുന്നു. ഏതാണ്? കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ. അത് കുട്ടികളുടെ കായിക ശേഷിയെ വർദ്ധിപ്പിക്കാനും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇന്നത്തെ സ്കൂളുകളിലെല്ലാം ഉണ്ടല്ലോ, സ്പോർട്സിന് പ്രാധാന്യമുണ്ടല്ലോ. അപ്പൊ നോക്കിക്കേ, കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നുള്ളത് ഏതിന്റെ പ്രത്യേകതയായിരുന്നു? 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അധ്യാപകരുടെ ഉന്നമനം, അധ്യാപകരുടെ പദവി, അധ്യാപകരുടെ ശമ്പളം, അധ്യാപകരുടെ വിദ്യാഭ്യാസം, അതുപോലെ കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ. ഇനി നോക്കിക്കേ, ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ത്രിഭാഷാ സൂത്രവാക്യം എന്ന് പറഞ്ഞല്ലേ. ത്രിഭാഷാ സൂത്രവാക്യവും പിന്നെ എന്തോർത്ത് വെക്കാൻ പറഞ്ഞു? 10 + 2 + 3 എന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ഓർത്തു വെക്കാൻ പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം. ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം എന്നുള്ളത് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഭാഷാ വികാസം എന്ന വാക്ക് മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയമായിരുന്നു ഏത്? ഈ 68 വിദ്യാഭ്യാസ നയം എന്തിനാണ്? ഭാഷാ വികാസം. അത് കണക്ട് ചെയ്യാൻ നമ്മൾ ഇത് ഓർത്താൽ മതി. ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം അവർ പറഞ്ഞിട്ടുണ്ട്. ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം, അതുകൊണ്ട് തന്നെ ഭാഷാ വികാസം എന്ന വാക്ക്, ആ പോയിന്റ് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കാം. ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം എന്നതുപോലെ തന്നെ ഭാഷാ വികാസം എന്ന വാക്ക് മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയം ഏത് തന്നെയാണ്? 68 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ഇനി ഈ വിദ്യാഭ്യാസ നയം ഒരു ദേശീയ സ്കൂൾ സിസ്റ്റം ആവശ്യപ്പെടുന്നു. ഈ വിദ്യാഭ്യാസ നയം ഒരു ദേശീയ സ്കൂൾ സിസ്റ്റം ആവശ്യപ്പെടുന്നു. അതായത് ജാതി, മതം, ലിംഗഭേദം എന്നിവ കൂടാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളതായിരുന്നു ഈ നയത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ നയം ഒരു ദേശീയ സ്കൂൾ സിസ്റ്റം, എല്ലാവർക്കും ഒരുപോലെ, എല്ലാ കുട്ടികൾക്കും ദേശീയ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം ലഭിക്കണം. അത് ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും മാറ്റി നിർത്തപ്പെടേണ്ടത് അല്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കണം എന്നും ഈ നയത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? അധ്യാപകരുടെ ഉന്നമനം, അധ്യാപകരുടെ പദവി, ശമ്പളം, വിദ്യാഭ്യാസം, കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം. അവിടുന്ന് തന്നെ ഭാഷാ വികാസം എന്ന വാക്ക് മുൻഗണന നൽകി, ഭാഷാ വികാസം എന്ന വാക്കിന് മുൻഗണന നൽകിയ നയമായിരുന്നു. അതുപോലെ ഒരു ദേശീയ സ്കൂൾ സിസ്റ്റം, ആ ഒരു ടേം ഓർത്ത് വെച്ചേക്കുക. ഒരു ദേശീയ സ്കൂൾ സിസ്റ്റം ആവശ്യപ്പെടുന്നു ഈ നയം. ഒരു ദേശീയ സ്കൂൾ സിസ്റ്റമാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യം എന്ന്, അല്ലെങ്കിൽ അത് കൊണ്ടുവരണം എന്ന് നിർദ്ദേശം നൽകി. ഏത്? 68 വിദ്യാഭ്യാസ നയം. എങ്ങനെയാണ്? ജാതി, മതം, ലിംഗഭേദം എന്നിവ കൂടാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കണം, തുല്യത ലഭിക്കണം, വിവേചനം പാടില്ല എന്ന് പറയുന്നു. ഏത്? 68 വിദ്യാഭ്യാസ നയം. ഇനി അടുത്ത നോക്കിക്കേ, അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാൻ 1968
ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. നമ്മൾ കുറേ നേരം കൊണ്ട് പറയുന്നു ഏത്? അവസര സമത്വം, വിദ്യാഭ്യാസത്തിൽ തുല്യത, ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗഭേദത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ കുട്ടികളെ വേർതിരിക്കാൻ പാടില്ല, ഒരു ദേശീയ സിസ്റ്റം വേണം, എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ 68-ലെ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. അപ്പം നോക്കിക്കേ, അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാൻ വേണ്ടി ഈ വിദ്യാഭ്യാസ നയം കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ എന്നാണ് നോക്കുന്നത്. 4-ാം പഞ്ചവത്സര പദ്ധതിക്ക് മുൻപ് തന്നെ പ്രാഥമിക ഘട്ടത്തില് ഫീസ് സമ്പ്രദായം ഒഴിവാക്കണം. ഇത് 68-ലെ വിദ്യാഭ്യാസ നയമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പോയിന്റ് പഠിക്കേണ്ടതായിട്ട് വന്നത്. 4-ാം പഞ്ചവത്സര പദ്ധതിക്ക് മുൻപ് തന്നെ, 4-ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്തൊഴിവാക്കണം? ഫീസ് സമ്പ്രദായം ഒഴിവാക്കണം. ഏത് ഘട്ടത്തില്? പ്രാഥമിക ഘട്ടത്തില്. അപ്പൊ അവസര സമത്വത്തിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നല്ലേ. ഇപ്പൊ സിമ്പിളായിട്ട് ഓർത്താൽ എങ്ങനെയാണ്? പ്രാഥമിക ഘട്ടത്തില് ഫീസ് പാടില്ല, ഫീസ് സമ്പ്രദായം പാടില്ല എന്ന് നിർദ്ദേശിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തില്? അവസര സമത്വം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയിട്ട് ആ ഒരു നിർദ്ദേശമായിരുന്നു ഏത്? ഈ പറഞ്ഞത് 4-ാം പഞ്ചവത്സര പദ്ധതിക്ക് മുൻപ് തന്നെ പ്രാഥമിക ഘട്ടത്തില് ഫീസ് സമ്പ്രദായം ഒഴിവാക്കുക. 4-ാം പഞ്ചവത്സര പദ്ധതിക്ക് ഓർത്തു വെച്ചേക്കണം, ഒരു പക്ഷേ നമുക്ക് തെറ്റിച്ചൊക്കെ തരും, നമുക്ക് അറിഞ്ഞിരിക്കണം ഏതാണ്? 4-ാം പഞ്ചവത്സര പദ്ധതിക്ക് മുൻപ് തന്നെ പ്രാഥമിക ഘട്ടത്തില് ഫീസ് സമ്പ്രദായം ഒഴിവാക്കണം എന്ന് നിർദ്ദേശിച്ച കമ്മീഷനായിരുന്നു ഏത്? നയമായിരുന്നു ഏത്? കമ്മീഷനല്ല, നയമായിരുന്നു 1968-ലെ ദേശീയ വിദ്യാഭ്യാസ നയം. ഇനി അടുത്ത നിർദ്ദേശം എന്താന്ന് ചോദിച്ചാല്, പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായിട്ട് നൽകുക. അപ്പൊ എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും അല്ലെ. ഒരു പക്ഷേ ഫീസ് സമ്പ്രദായം ഉള്ളത് കൊണ്ട് താഴേക്കിടയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടണമെന്നില്ല അല്ലെ, അവർ പിൻവലിയും അന്നത്തെ കാലത്ത്. അതുപോലെ തന്നെ പഠനോപകരണങ്ങളൊക്കെ സൗജന്യമായിട്ട് നൽകുമ്പോഴും അവരെന്താണ്? വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങും അല്ലെ. അവർക്കും വിദ്യാഭ്യാസം നേടണം എന്നുള്ള ചിന്ത ഉണ്ടാകും, കാരണം അവർക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ നയം അതൊക്കെ കൊണ്ടുവന്ന് അങ്ങനത്തുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് എങ്ങനെയാണ്? പ്രാഥമിക ഘട്ടത്തില് ഫീസ് സമ്പ്രദായം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചു. പ്രാഥമിക ഘട്ടത്തില് ഫീസ് സമ്പ്രദായം ഒഴിവാക്കണം. അതുപോലെ പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായി നൽകണം. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഫീസ് സമ്പ്രദായം മാറ്റിക്കളയണം, അവർക്ക് വേണ്ടുന്ന പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ സൗജന്യമായിട്ട് കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചു. ആര്? 1968-ലെ ദേശീയ വിദ്യാഭ്യാസ നയം. എന്തിൻ്റെ നിർദ്ദേശമായിരുന്നു നമ്മൾ പഠിച്ചത്? അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ നയം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ 2 എണ്ണമായിരുന്നു ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഓർത്തു വെച്ചുകൂടായോ? അവസര സമത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 68-ലെ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ആദ്യത്തെ 2 നമ്മൾ പഠിച്ചത് ഏതാണ്? പ്രാഥമിക വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് പഠിച്ചത്? പ്രാഥമിക ഘട്ടത്തിൽ ആദ്യം ഫീസ് സമ്പ്രദായം ഒഴിവാക്കുക, പുസ്തകങ്ങൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യുക എന്നുള്ളത്. അടുത്ത നോക്കിക്കേ, പഠനത്തില് താല്പര്യവും ശേഷിയുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. പഠനത്തില് താല്പര്യവും ശേഷിയുമുള്ളവരെ, ഒരുപക്ഷെ പഠനത്തിൽ താല്പര്യമുണ്ട് ശേഷിയുമുണ്ട്, അവരെന്ത് ചെയ്യത്തില്ല, എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കാലത്തെ അല്ല, അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറയുന്നത് അവർ മുന്നിട്ടിറങ്ങി എന്ന് വരില്ല. ഒരുപക്ഷെ വീട്ടിലെ സാഹചര്യമായിരിക്കും, അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും അല്ലേ. താല്പര്യമുണ്ടെങ്കിലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം, അവരെ വിദ്യാഭ്യാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതും 68-ലെ വിദ്യാഭ്യാസ നയത്തിന്റെ അവസര സമത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശമായിരുന്നു. ഏതാണ്? പഠനത്തിൽ താല്പര്യവും ശേഷിയുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. പഠനത്തിൽ ശേഷിയും താല്പര്യവുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തത് ഏതായിരുന്നു? സ്കോളർഷിപ്പുകൾ നൽകുക. കുട്ടികൾക്ക്
സ്കോളർഷിപ്പുകൾ നൽകുക. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്കോളർഷിപ്പുകൾ ഏർപ്പാടാക്കുക, സ്കോളർഷിപ്പുകൾ നൽകുക. ആ 2 പോയിന്റ് മാത്രം ഓർത്തു നോക്കേ. പഠനത്തിൽ താല്പര്യവും ശേഷിയുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. പഠനത്തിൽ ശേഷിയും താല്പര്യവുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ കുട്ടികൾക്ക് എന്ത് നൽകണം? സ്കോളർഷിപ്പ് നൽകണം എന്നുള്ളതും ഈ നയത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇനി പിന്നോക്ക സമുദായം, SC, ST, വികലാംഗർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകണം. അപ്പൊ എല്ലാവരെയും എന്ത് ചെയ്യണം? മുൻധാരയിലേക്ക് കൊണ്ടുവരണം. എല്ലാവരെയും സാക്ഷരരാക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരുപോലെ നൽകുക എന്നൊരു ലക്ഷ്യമായിരുന്നു 68 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നോക്ക സമുദായം, SC, ST, അതുപോലെ വികലാംഗർ, ഭിന്നശേഷിക്കാര് എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേകം പ്രോത്സാഹനം നൽകണമെന്നും ഈ നയം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കി എന്തൊക്കെയാണെന്ന്. പഠനത്തിൽ താല്പര്യവും ശേഷിയുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, സ്കോളർഷിപ്പ് നൽകുക, പിന്നോക്ക സമുദായം, SC, ST, വികലാംഗർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകുക എന്നുള്ളതും അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 1968 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വച്ച നിർദ്ദേശമായിരുന്നു. ബാക്കി നിർദ്ദേശം എന്തൊക്കെയായിരുന്നു? മറന്നുപോയോ? 4ാം പഞ്ചവത്സര പദ്ധതിക്ക് മുൻപ് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം ഒഴിവാക്കണം. അതുപോലെ പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായിട്ട് നൽകണം എന്നുള്ളതും അവസര സമത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നതായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ്? ഈ പറഞ്ഞതും ഏത് തന്നെയാണ്? നമ്മൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ലക്ഷ്യങ്ങളിൽ പെടുന്നത് തന്നെയാണ് അല്ലേ? എന്നാലും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് പഠിക്കുന്ന സമയത്ത് 68 ദേശീയ വിദ്യാഭ്യാസ നയം നമുക്ക് പഠിക്കണം, 86 പഠിക്കണം, 2020 പഠിക്കണം. എന്നാലേ ആ വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ 68 അത് പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ചായി പോവുകയും ചെയ്തത് ഓരോന്നിൻ്റെ പോയിന്റും ഇന്നതാണെന്ന് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാണാതെ പഠിക്കണമെന്നില്ല, ഇന്ന കാര്യങ്ങൾ ഇന്നതിൽ പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നോക്കിക്കേ, 68 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ചുരുക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ലക്ഷ്യങ്ങളിൽ നമുക്ക് എഴുതാൻ പറ്റും. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, ഹിന്ദി ഭാഷയുടെ പ്രചാരണം. നമ്മൾ പറഞ്ഞില്ലേ, ത്രിഭാഷാ സൂത്രവാക്യം, ഭാഷാ വികസനം, 3 ഭാഷകൾ പഠിക്കണം, 1 മാതൃഭാഷയിലായിരിക്കണം, 2ാം ഭാഷയായിട്ട് ഹിന്ദി പഠിക്കണം, ഏതെങ്കിലും അതായത് ഇംഗ്ലീഷ് പോലെയുള്ള ഒരു പ്രാദേശിക ഭാഷ പഠിക്കണം എന്നൊക്കെ നിർദ്ദേശം വച്ചിട്ടുണ്ട് അല്ലേ നേരത്തെ തന്നെ. അപ്പോൾ ഹിന്ദി ഭാഷയുടെ പ്രചാരണം. അപ്പോൾ ആ ഭാഷ പഠിക്കുന്ന സമയത്ത് ഓർക്കണം, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ 68 ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു ഏത്? ഹിന്ദി ഭാഷയുടെ പ്രചാരണം എന്നുള്ളത്. ഇനി ശാസ്ത്രീയ മനോഭാവം വളർത്തുക. അതെന്താണ് ശാസ്ത്രീയ മനോഭാവം? അന്ധവിശ്വാസങ്ങളിൽ ഊന്നിയ കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട്, അന്ധവിശ്വാസങ്ങളെ തുടച്ചു മാറ്റിയിട്ട് ഏത് കാര്യത്തെ നോക്കിക്കണ്ടാലും അതിനൊരു ശാസ്ത്രീയ വശമുണ്ടെന്നും അങ്ങനത്തുള്ള ശാസ്ത്രീയമായ രീതിയിൽ മാത്രമേ എല്ലാത്തിനെയും കുഞ്ഞുങ്ങൾ അപ്രോച്ച് ചെയ്യാവൂ എന്നും പറയുന്നതാണ് ഏത്? ശാസ്ത്രീയ മനോഭാവം എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രീയ മനോഭാവം വളർത്തുക. ഇപ്പൊ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം, ഹിന്ദി ഭാഷയുടെ പ്രചാരണം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, ഹിന്ദി ഭാഷയുടെ പ്രചാരണം, അതുപോലെ ശാസ്ത്രീയ മനോഭാവം വളർത്തുക. 3 പോയിന്റ് മാത്രം പഠിച്ചേ. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, ഹിന്ദി ഭാഷയുടെ പ്രചാരണം, അതുപോലെ ശാസ്ത്രീയ മനോഭാവം വളർത്തുക. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഗാന്ധിജിയുടെ വാർത്താ പദ്ധതിയിൽ 9 തൊട്ടേ പറയുന്നതാണ് ഏത്? ഈ പറയുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അതും 68 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു ഏത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളത്. അടുത്തെന്ന് പറയുന്നത്
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം. ഇപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. നെക്സ്റ്റ് നമുക്ക് എന്ത് പഠിക്കണം? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം. അടുത്തത് അധ്യാപക പരിശീലനം. അധ്യാപക പരിശീലനം. അധ്യാപകരുടെ കുറേ കാര്യങ്ങൾ ഈ നയത്തിൽ പറഞ്ഞു അല്ലേ? അധ്യാപകർക്ക് മുൻഗണന നൽകണം. ഏത് രീതിയിൽ? അവരുടെ വേതന വർധനവ്, അവർക്ക് പരിശീലനം നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അധ്യാപക പരിശീലനം എന്നുള്ളതും ഏതാണ്? ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ്. കാരണം കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകണമെങ്കിൽ ആദ്യം ആരെ പരിശീലിപ്പിക്കണം? അത് പകർന്നു നൽകുന്ന അധ്യാപകർക്ക് അതിനു വേണ്ടുന്ന പരിശീലനങ്ങൾ നൽകണം. അപ്പൊ അധ്യാപക പരിശീലനത്തിനും ലക്ഷ്യം വെച്ചു. ഏത്? ഈ പറയുന്ന 68 വിദ്യാഭ്യാസ നയം. ഇനി പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം. അപ്പൊ ഭാഷകളെ പറ്റി എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ആദ്യം ഒരു ത്രിഭാഷാ സൂത്രവാക്യം പറഞ്ഞു, അതിനുശേഷം ഭാഷാ വികാസം പറഞ്ഞു, ഹിന്ദി ഭാഷയുടെ വ്യാപനം പറഞ്ഞു, അതുപോലെ പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യത്തെ പറ്റിയും ഏതിൽ പറയുന്നുണ്ട്? 68 വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ 3 പോയിന്റ് നോക്കിക്കേ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം, അധ്യാപക പരിശീലനം, പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം. പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം. അടുത്തെന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നവീകരണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നവീകരണം, അതുപോലെ വിദ്യാഭ്യാസത്തിൽ തുല്യത. അതിനെപ്പറ്റി നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നവീകരണവും വിദ്യാഭ്യാസത്തിലെ തുല്യതയും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നവീകരണം, വിദ്യാഭ്യാസത്തിലെ തുല്യത. അപ്പൊ ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ ഇത്രയും ഒന്ന് നോക്കിക്കേ എന്തൊക്കെയാണെന്ന്. 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെ? ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കണം. ഇത്രയും പോയിന്റ് നമുക്ക് ഓർത്തിരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. ആദ്യം എന്ത് പറഞ്ഞു? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഹിന്ദി ഭാഷയുടെ പ്രചാരണം. ഹിന്ദി ഭാഷയുടെ പ്രചാരണം. ശാസ്ത്രീയ മനോഭാവം വളർത്തല്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം. അധ്യാപക പരിശീലനം. പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നവീകരണം. വിദ്യാഭ്യാസത്തില് തുല്യത. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തെന്ന് പറയുന്നത് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി, അവസര സമത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കുറേ കാര്യങ്ങൾ, കുറേ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ അതിന് കുറച്ച് നടപ്പാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാനായിട്ട് നല്ലതുപോലെ കഴിഞ്ഞില്ല. അതിനുള്ള കാരണം എന്ത്? അപ്പം എന്ത് കാര്യം കൊണ്ടുവന്നാലും അതിനൊരു നല്ല വശവും കാണും, ഒരു ചീത്തവശവും കാണും അല്ലേ? അപ്പം ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് 68 ദേശീയ വിദ്യാഭ്യാസ നയം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കഴിഞ്ഞില്ല. അതിനുള്ള കാരണം എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ആ സമയത്ത് ശരിയായ ഒരു കർമ്മ പരിപാടി കൊണ്ടുവന്നില്ല. ആ സമയത്ത് ഒരു ശരിയായ കർമ്മ പരിപാടി കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന ഒരു പദ്ധതി. എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്താണ്? ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറ്റി നമ്മൾ ഒരുപാട് വായിച്ചതും കേട്ടതും വാർത്തകളിലൂടെയൊക്കെ കേട്ടതാണ് അല്ലേ? ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതായത് ഓരോ വിദ്യാഭ്യാസ നയമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകളെ മെച്ചപ്പെടുത്താൻ വേണ്ടി, സ്കൂളുകളുടെ പാഠ്യപദ്ധതി ആയാലും ക്ലാസ് റൂം ആയാലും ആ വിദ്യാഭ്യാസ മേഖലയെ തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കർമ്മ പരിപാടി കൊണ്ടുവരും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നവകേരള മിഷന്റെ ഭാഗമായിട്ട് സ്കൂളുകളെ ഹൈടെക് ആക്കാൻ വേണ്ടി, അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നതാണ് ഏതെന്ന് പറയുന്നത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് അല്ലേ? അതൊരു കർമ്മ പരിപാടിയല്ലേ? അതൊരു
കർമ്മ പരിപാടിയല്ലേ, അതായത് വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായിട്ട് കൊണ്ടുവന്നതാണ് അല്ലേ. പക്ഷെ ഇവിടെ 68 എന്ത് ചെയ്തു? ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വന്നു. അതിനകത്ത് കുറേ കാര്യങ്ങൾ, കുറേ നിർദ്ദേശങ്ങൾ, കുറേ ശുപാർശകൾ എല്ലാം മുന്നോട്ട് വെച്ചു. പക്ഷെ അത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശരിയായ ഒരു കർമ്മ പരിപാടി അവിടെ സംഘടിപ്പിക്കണമായിരുന്നു അല്ലേ. അങ്ങനൊരു കർമ്മ പരിപാടി സംഘടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, ശരിയായ രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അതിനെ നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമുക്ക് അതിന് എന്ത് വേണം? ചിട്ടയായ ഒരു ക്രമീകരണം വേണം അല്ലേ. നമ്മൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ആ പരിപാടിയിൽ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്ന് വെറുതെ പറയാതെ അതിന് ഒരു അടുക്കും ചിട്ടയോടും കൂടി ആസൂത്രണം ചെയ്യാൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ നമുക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നയത്തിലൊക്കെ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് ശരിയായ ഒരു കർമ്മ പരിപാടി കൊണ്ടുവന്നില്ല. അതുപോലെ ഫണ്ടുകളുടെ കുറവ്, ഫണ്ടുകൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഫണ്ടുകൾ ആവശ്യമായിരുന്നു, അതിൻ്റെ കുറവുണ്ടായി. ഈ സമയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നല്ല രീതിയിലായിരുന്നില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലിരുന്ന ഒരു സമയത്താണ് ഈ 68 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ, ഈ നയം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ ആ സമയം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിലായിരുന്നു. അപ്പം ഇത് സംസ്ഥാന ലിസ്റ്റിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കത് നടപ്പിലാക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അതായത് ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങളാണ്. സംസ്ഥാന ലിസ്റ്റിലായിരിക്കുമ്പോൾ അതായത് സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ മാത്രമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അല്ലേ. ദേശീയ തലത്തിൽ നിന്നും അതിനൊരു സപ്പോർട്ട് ഉണ്ടാകുകയില്ല. അപ്പം നോക്കിക്കേ, 1968 ദേശീയ വിദ്യാഭ്യാസ നയം കാര്യക്ഷമമായി നടപ്പിലാക്കിയില്ല എന്നുള്ളത് ആദ്യം ഓർത്തു വച്ചേക്കണം. 68 വിദ്യാഭ്യാസ നയത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് ലക്ഷ്യങ്ങൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല? കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ റീസൺസ് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേന്ന് പറയുന്നത്, ആ സമയത്ത് ഇതിനു വേണ്ടിയിട്ട് ശരിയായ ഒരു കർമ്മ പരിപാടി കൊണ്ടുവന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു. അതിനും കാരണം എന്താണ്? ഫണ്ടുകളുടെ കുറവുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും എന്തായിരുന്നു? ഇരുന്ന സമയമായിരുന്നു. അതുപോലെ ആ സമയത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പറ്റി പറഞ്ഞത്. അപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? ആദ്യത്തെ വിദ്യാഭ്യാസ നയം ഏതാ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയമാണ് നമ്മൾ പഠിച്ചത്. 1968 ദേശീയ വിദ്യാഭ്യാസ നയം. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുവിധം പഠിച്ചെങ്കിൽ ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഒരു വിദ്യാഭ്യാസ നയം വരുന്നു. അതായത് ഇത് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ പറ്റിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഓരോ കാലക്രമത്തിനനുസരിച്ചിട്ട് എന്ത് നടപ്പിലാക്കണം? വിദ്യാഭ്യാസത്തിൽ പാഠ്യക്രമത്തിൽ ക്രമമായ മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലേ. അതായത് ഓരോ കാലത്തിനും പ്രത്യേകതകളുണ്ടല്ലേ. ആ ഒരു ടൈമിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പാഠ്യക്രമം ഈ സമയത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് പണ്ട് കാലത്തുള്ള പാഠ്യക്രമം പോരാ നടപ്പിലാക്കാൻ അല്ലേ. ഇന്നത്തെ കാലത്തിൽ അവരെന്ത് ചെയ്യണം? സമായോജനത്തിന് അവരെ സഹായിക്കണം. അപ്പം വിദ്യാഭ്യാസം നമ്മൾ ഏത് രീതിയിൽ കൊടുക്കണം? ആ രീതിയിൽ അവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം വേണം നമുക്ക് അവർക്ക് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി കുറേ മാറ്റങ്ങളുമായിട്ട് അടുത്ത വിദ്യാഭ്യാസ നയം വരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 1986. ഇനി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വർഷം നിങ്ങൾ മറന്നു പോകത്തില്ല. ഫസ്റ്റ് നമ്മൾ പഠിക്കും 1968 ദേശീയ വിദ്യാഭ്യാസ നയം. തിരിച്ചിട്ടാൽ മതി. 1986 ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പം നോക്കിക്കുക, 68ഉം 86ഉം. ഇനി അടുത്തതെന്ന് പറയുന്നത് 86 വിദ്യാഭ്യാസ നയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പം 86 പഠിക്കുന്ന സമയത്ത് 68 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് മറന്നു പോകരുത്. അപ്പം ഒന്നാമത്തെ നോക്കിക്കേ, ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു?
രാജീവ് ഗാന്ധി ആയിരുന്നു. 86-ലെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. അപ്പൊ 68-ൽ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി അടുത്തത് വന്നപ്പോഴത്തേക്ക് ആരായി? രാജീവ് ഗാന്ധി. കാരണം ആ സമയത്ത് ഇന്ദിരാഗാന്ധി മരിച്ചില്ലേ. ഇനി നോക്കിക്കേ, 1985 ഓഗസ്റ്റിൽ ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന രേഖ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഈ രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടർച്ചയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 1986. അപ്പൊ നോക്കിക്കേ, ദേശീയ വിദ്യാഭ്യാസ നയം 1986 നമ്മൾ പഠിക്കുന്നത്. ഇത് നിലവിൽ വരുന്ന സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ രാജീവ് ഗാന്ധി ആയിരുന്നു. എന്നാൽ ഈ നയം പ്രഖ്യാപിക്കാനുള്ള കാരണം എങ്ങനെയാണ് ഈ നയത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് ചോദിച്ചാൽ, ഈ 86-ന് തൊട്ട് മുന്നത്തെ വർഷം ഏതാ? 1985 ഓഗസ്റ്റില് ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ്, ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ്, മറന്നു പോകല്ലേ, ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന രേഖ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. ഈ ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു രേഖ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച് ഈ രേഖയുടെ തുടർച്ചയായിട്ടാണ്, അതായത് ഈ വിദ്യാഭ്യാസത്തിലെ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളും മാറ്റേണ്ടുന്ന അങ്ങനത്തുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് വന്നതാണ് 1986-ലെ ദേശീയ വിദ്യാഭ്യാസ നയം. ഏതാണ് ഇത്? നമ്മൾ 68-ൽ പഠിച്ചില്ലല്ലോ. ഈ ഒരു വാക്ക് ഏതാ? കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ഒരു രേഖ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ് ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ്. അതിനെ തുടർന്നിട്ടാണ് ഏത് വരുന്നത്? 86-ലെ ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. നോക്കിക്കേ, ഈ രേഖ 12 ഭാഗങ്ങളിലായാണ് വികസിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ രേഖയ്ക്ക് എന്താണ് 12 ഭാഗങ്ങളുണ്ട് എന്ന് ഓർത്താൽ മതി. ഇതിന് 12 ഭാഗങ്ങളുണ്ട്. വിദ്യാഭ്യാസം ഇന്നത്തേക്കും ഭാവിയിലേക്കുമുള്ള സവിശേഷമായ നിക്ഷേപം ആണെന്നതാണ്. ഇതിൽ പറയുന്നത് എന്താണ്? നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് നമുക്ക് ഇന്നത്തേക്ക് വേണ്ടിയിട്ടാണോ? നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്താണ്? ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയല്ലേ, സിമ്പിളായിട്ട്. ഒരു കുഞ്ഞിനോട് വെച്ചാൽ നമ്മൾ എന്തിനാ വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയാണോ? അല്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് എന്ത് ചെയ്യണം? അഡാപ്റ്റ് ചെയ്യണം, സമായോജനത്തിന് സഹായിക്കണം. ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മുടെ സമൂഹവുമായിട്ട് ഇണങ്ങിച്ചേരുന്നതിന് നമ്മളെ എന്ത് സഹായിക്കും? വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കും, അല്ലേ? അപ്പൊ വിദ്യാഭ്യാസം ഇന്നത്തേക്ക് മാത്രമുള്ളതാണോ? ഇപ്പോഴത്തേക്ക് മാത്രമുള്ളതാണോ? ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ മാത്രമുള്ളതാണോ? നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയാല്ലേ. അല്ല, അത് ഭാവിയിലേക്കും ഉള്ള സവിശേഷമായിട്ടുള്ള ഒരു നിക്ഷേപമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നത്തേക്കും ഭാവിയിലേക്കുമുള്ള സവിശേഷമായ ഒരു നിക്ഷേപമാണ്. ഇനി നോക്കിക്കേ, യാതൊരു വിവേചനവുമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സംവിധാനമാണിത്. നോക്കിക്കേ, യാതൊരു വിവേചനവുമില്ലാതെ അവസര സമത്വം നമ്മൾ എവിടെയും പഠിച്ചു? 68-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും പഠിച്ചു. ഇവിടെയും പറയുന്നുണ്ട് എന്ത്? യാതൊരു വിവേചനവുമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണിത്. ഇനി 10 +2 +3 ഘടന എല്ലാവരും അംഗീകരിച്ചു എന്നുള്ളതാണ്. ഈ നിർദ്ദേശം എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു? 68-ല് മുന്നോട്ട് വെച്ച ഒരു നയമായിരുന്നു അന്ന്. പക്ഷെ ഇതെല്ലാം കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 86-ലെ വിദ്യാഭ്യാസ നയം വന്ന സമയത്ത് ഇത് എല്ലാവരും എന്ത് ചെയ്തു? അംഗീകരിച്ചു. 10 +2 +3 എന്ന് പറയുന്ന പാറ്റേൺ എല്ലാവരും അംഗീകരിച്ചു. ഇനി ആദ്യത്തെ 10 വർഷത്തെ 5 +3 +2 എന്ന് തിരിക്കുന്നു. നോക്കിക്കേ,
10 +2 +3 എന്ന ഘടന എല്ലാവരും അംഗീകരിച്ചു. അപ്പൊ മനസ്സിൽ എന്ത് പറയണം? 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തില് ഇങ്ങനൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചു. ഏത് നയത്തില്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം അത് അംഗീകരിക്കുകയുണ്ടായി. ആ 10 +2 +3 എന്ന പാറ്റേണില് ആദ്യത്തെ 10 വർഷത്തെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 10 വർഷത്തെ വീണ്ടും തിരിച്ചു. എങ്ങനെ? ആദ്യത്തെ 5 വർഷക്കാലം, പിന്നെ 3 വർഷം, പിന്നെ 2 വർഷം എന്നുള്ള രീതിയിൽ തിരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഓർത്ത് വെച്ചേക്കണം. 5 +3 +2 നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി. 5ാം ക്ലാസ് വരെ, പിന്നെ അത് കഴിഞ്ഞ് 8ാം ക്ലാസ് വരെ, പിന്നെ ഏതാണ് അടുത്തത്? ലാസ്റ്റ് 2 വർഷം എന്ന് ഓർത്ത് വെച്ചാൽ മതി, തെറ്റത്തില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ആദ്യം ഓർത്ത് വെച്ചേക്കണം. ആദ്യം പറഞ്ഞ സംഭവം എന്തായിരുന്നു? ആദ്യം ഈ നയം വരുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആണെന്ന് പറഞ്ഞു. ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി ഓഫ് പെർസ്പെക്റ്റീവ് എന്ന രേഖ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിനെ തുടർന്നാണ് 68 ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നതെന്ന് പറഞ്ഞു. ഈ രേഖ 12 ഭാഗങ്ങളിലുണ്ടെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസം ഇന്നത്തേക്ക് മാത്രമല്ല ഭാവിയിലേക്കുമുള്ള ഒരു നിക്ഷേപമാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണ് ഈ നയത്തിൽ പറയുന്നത്. അതുപോലെ 10 +2 +3 എന്നുള്ള ഘടന അംഗീകരിച്ചു. എന്നാൽ ആദ്യത്തെ ആ 10 വർഷത്തെ 5 +3 +2 എന്ന് വീണ്ടും തരംതിരിച്ചു. അടുത്ത നോക്കിക്കേ, ബിരുദപൂർവ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയമാണേത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ബിരുദപൂർവ കോഴ്സുകൾ പുനഃക്രമീകരിച്ചു. ബിരുദപൂർവ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയമാണ് 1986 വിദ്യാഭ്യാസ നയം. എന്താണ്? ബിരുദപൂർവ കോഴ്സുകൾ പുനഃക്രമീകരിച്ചു. ബിരുദപൂർവ കോഴ്സുകൾ എന്താണ്? പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കും. നമ്മൾ ഓർത്താൽ മതി ഏതാണ് ഗവേഷണം വരെയുള്ള സംഭവങ്ങൾ. അത്രയും കാര്യങ്ങൾ 68 ആ കാര്യങ്ങൾ പറഞ്ഞില്ല അല്ലേ? ആദ്യ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പറഞ്ഞത്. വയോജന വിദ്യാഭ്യാസവും സൗജന്യ വിദ്യാഭ്യാസവും ഭാഷാ വികസനവും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ബിരുദാനന്തര കോഴ്സുകളും അതുപോലെ ഗവേഷണവും ഒക്കെ കടന്നു വരുന്ന എവിടെയാണ്? 86 ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ്. അപ്പൊ ബിരുദപൂർവ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഇനി നോക്കിക്കാനകത്ത് എന്തൊക്കെ പറഞ്ഞേക്കുന്നു എന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിർദ്ദേശിച്ചുള്ളത് നോക്കാം. 8 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തില് 5 വർഷം ലോവർ പ്രൈമറിയും 3 വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷം 2 വർഷം സെക്കൻഡറി വിദ്യാഭ്യാസം. ഇനി +2 കാലഘട്ടം ഇവ സ്കൂളിൽ തന്നെയാകണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയേ. നേരത്തെ നമ്മൾ പറഞ്ഞു 86 ദേശീയ വിദ്യാഭ്യാസ നയത്തെ 10 +2 +3 എന്ന നയം അംഗീകരിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? 10 +2 +3 എന്ന നയം അംഗീകരിച്ചു. അതിനുശേഷം ആദ്യത്തെ 10 വർഷത്തെ എങ്ങനെ തിരിച്ചു? 5 +3 +2 എന്നുള്ള രീതിയിൽ ആദ്യത്തെ 10 വർഷത്തെ തിരിച്ചു എന്ന് പറഞ്ഞു. അപ്പം 8 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തില് 5 വർഷം ലോവർ പ്രൈമറിയും 3 വർഷം എന്താണ്? അപ്പർ പ്രൈമറിയും ആയിരിക്കും. 8 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ആദ്യത്തെ 8 വർഷത്തിൽ 5 വർഷം എന്ന് പറയുന്നത് ലോവർ പ്രൈമറിയാണ്. അതിനുശേഷം എന്താണ്? 3 വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷം 2 വർഷം ഏതാണ്? സെക്കൻഡറി വിദ്യാഭ്യാസവും. പിന്നീടാണ് ഏത് വരുന്നത്? +2 കാലഘട്ടം. ഇവ സ്കൂളിൽ തന്നെയാകണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ഡിഗ്രി ഒക്കെ എന്താണ്? കോളേജിൽ നിന്ന് ഒഴിവാക്കി. +2 പഠനം വരെ എവിടെയായിരിക്കണം? സ്കൂളുകളിൽ തന്നെയായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത്. ഇനി സ്കൂൾ തല വിദ്യാഭ്യാസത്തിന് ശേഷം 3 വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം ഇവ മുന്നോട്ട് വെച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം
സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം, അതായത് +2 വരെ എവിടെയായിരിക്കണം? സ്കൂളുകളിലായിരിക്കണം. +2 വരെ എവിടെയായിരിക്കണം? സ്കൂളുകളിലായിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്തു? 3 വർഷത്തെ ബിരുദം, 3 വർഷത്തെ ആ ബിരുദം എവിടെയായിരിക്കണം? സർവകലാശാലകളിലായിരിക്കണം. സിമ്പിളായിട്ട് ഓർത്ത് നോക്കേ. 10 +2 +3 എന്ന പാറ്റേൺ അംഗീകരിച്ചു. അതിൽ ആദ്യത്തെ 10 വർഷത്തെ എങ്ങനെ തരംതിരിച്ചു? 5 +3 +2 എന്നുള്ള രീതിയിൽ തരംതിരിച്ചു. അതിലും ആദ്യത്തെ 8 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ 5 വർഷം ലോവർ പ്രൈമറിയും 3 വർഷം അപ്പർ പ്രൈമറിയുമാണ്. ഇപ്പം നമ്മൾ പറയുന്ന LPയും UPയും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. ഇനി അതിനുശേഷം എന്താണ്? 2 വർഷം സെക്കൻഡറി വിദ്യാഭ്യാസം. പിന്നീടാണ് 2 വർഷം സെക്കൻഡറി വിദ്യാഭ്യാസം. അതിനുശേഷം 2 വർഷം എന്താണ്? +2 കാലഘട്ടം. ഇത്രയും കാലഘട്ടങ്ങൾ കുട്ടി ചെലവഴിക്കേണ്ടത് സ്കൂളുകളിലായിരിക്കണം. അതിനുശേഷമാണ് അതായത് സർവകലാശാല ബിരുദ പഠനം എവിടെയായിരിക്കണം? സർവകലാശാലയിലേക്ക് പോകേണ്ടത്, സർവകലാശാല വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകേണ്ടത്. ഈ നയം മുന്നോട്ട് വെച്ചു. ഏത്? 86-ലെ ദേശീയ വിദ്യാഭ്യാസ നയം. ഇനി അടുത്ത് എന്താണ് ഇതിൽ പറയുന്നത്? നേരത്തെ അധ്യാപകർക്ക് പരിഗണന നൽകിയായിരുന്നു അല്ലേ? അധ്യാപകരുടെ ഉന്നമനം, അധ്യാപകരുടെ വേതനം, അധ്യാപകരുടെ പരിശീലനം ഒക്കെ നമ്മൾ പറഞ്ഞു. അധ്യാപകരുടെ വേതനം നമ്മൾ പറഞ്ഞല്ലേ? അപ്പൊ നോക്കി, ഇവിടെ എന്ന് പറയുന്നത് അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയമാണ് 86-ലെ വിദ്യാഭ്യാസ നയം. ഓർത്തു വെച്ചേക്കണം. 68-ല് അധ്യാപക പരിശീലനത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഡയറ്റ് സ്ഥാപിക്കണമെന്ന് 68-ല് പറയുന്നതേ ഇല്ല. 68-ല് എന്ത് പറയുന്നില്ല? അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് പറയുന്നില്ല, അധ്യാപകർക്ക് പരിശീലനം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ചെറുതായിട്ടല്ലേ. ആ കർമ്മ പരിപാടി നടപ്പിലാക്കാൻ പറ്റിയതുമില്ലെന്ന് നമുക്കറിയാം. ഇപ്പൊ 68 കഴിഞ്ഞ് 86-ൽ വന്നപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു? കുറച്ചും കൂടെ ഉന്നത നിലവാരം വന്നല്ലേ. അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പറ്റിയത്. ഡയറ്റ് സ്ഥാപിക്കണമെന്ന നയം മുന്നോട്ട് വെച്ചത് ഏതാണ്? നമുക്ക് ആകെ പഠിക്കാനുള്ളത് 68, 86, 2020-ലെ വിദ്യാഭ്യാസ നയങ്ങളാണ്. എന്നാൽ അതിൽ ഡയറ്റ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞത് 86-ലെ വിദ്യാഭ്യാസ നയമാണ്. ഇനി പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും വേർപെടുത്തി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം ഏതാന്ന് ചോദിച്ചാലും 86-ലെ നയം എന്ന് ഉറപ്പിച്ചു പറയണം. ഇവിടെയാണ് നമ്മൾ അത് കൃത്യമായി പഠിച്ചത്. കാരണം എന്താണ്? അത് അംഗീകരിക്കുന്നത് 10 +2 +3 എന്ന നയം അംഗീകരിക്കുന്നത് 86-ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും വേർപെടുത്തി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം ഏതാന്ന് ചോദിക്കുമ്പോൾ അത് 86-ലെ വിദ്യാഭ്യാസ നയമാണ്. ഡയറ്റ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞതും 86-ലെ വിദ്യാഭ്യാസ നയത്തിലാണ്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയത്തെ തുടർന്ന് 1990-ല് സ്ഥാപിതമായ ഒരു സംഭവമുണ്ട്. എന്താന്ന് ചോദിച്ചാല് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യ സമയത്ത് പ്രീ ഡിഗ്രി കോളേജുമായിട്ട് അറ്റാച്ച് ചെയ്തായിരുന്നു. അതായത് 10-ന് ശേഷം പിന്നീട് കുട്ടികളെല്ലാം എവിടെ പോകുകയായിരുന്നു? കോളേജിലായിരുന്നു പോകുന്നത്. അതിനുശേഷം വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, +2 വരെ എവിടെയായിരിക്കണം കുട്ടികൾ? സ്കൂളിലായിരിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിൽ ആ ഹയർ സെക്കൻഡറി +2 എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ആണ്, അവർക്ക് വേണ്ടിയിട്ടൊരു ബോർഡ് സ്ഥാപിക്കണ്ടേ? അങ്ങനെ വന്നതാണ് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്. അപ്പൊ ചോദിക്കാം, ദേശീയ വിദ്യാഭ്യാസ നയത്തെ തുടർന്ന് ഏത് വർഷം? 1990-ൽ. 1990-ൽ 86-ലല്ലേ ഈ നയം വരുന്നത്. അതിനുശേഷം 1990-ൽ സ്ഥാപിതമായതാണ് ഏത്? കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്. കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്. അത്രയുമെങ്കിലും ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. എന്തൊക്കെ പറഞ്ഞു? അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും വേർപെടുത്തി കൊണ്ടുവന്നു. അതുപോലെ ഇതിനെ തുടർന്ന് 1990-ല് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രൂപം കൊണ്ടു. വർഷവും ഓർത്ത് വെച്ചേരെ 1990 എന്നുള്ളതാണ്.
ഇനി 86-ലെ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകിയ മേഖലകൾ. ഏതൊക്കെ മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത്? സമാധാനപരമായ സഹവർത്തിത്വം, അന്തർദേശീയ സഹകരണം എന്നിവ യുവതലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം. ഇങ്ങനെയാണ് സമാധാനപരമായ സഹവർത്തിത്വം, അന്തർദേശീയ സഹകരണം എന്നിവ യുവതലമുറയിലേക്ക് എത്തിക്കുക. ഈ മേഖലയ്ക്ക് ഇവര് പ്രാധാന്യം കൊടുത്തു. ഏതാണ്? സമാധാനപരമായ സഹവർത്തിത്വം, അന്തർദേശീയ സഹകരണം എന്നിവ യുവതലമുറയിലേക്ക് എത്തിക്കുക. അവസര സമത്വം ഉറപ്പാക്കുക. എല്ലാ കുട്ടികളും അടിസ്ഥാന നൈപുണികൾ നേടുന്നു എന്ന് ഉറപ്പാക്കണം. എല്ലാ കുട്ടികളും അടിസ്ഥാന നൈപുണികൾ നേടുന്നു എന്ന് ഉറപ്പാക്കണം. ആ മേഖലയ്ക്കും 86-ലെ വിദ്യാഭ്യാസ നയം മുൻതൂക്കം നൽകി. അപ്പൊ നോക്കിക്കേ, ഏതൊക്കെയായിരുന്നു? സമാധാനപരമായ സഹവർത്തിത്വം, അന്തർദേശീയ സഹകരണം എന്നിവ യുവതലമുറയിലേക്ക് എത്തിക്കുക, അവസര സമത്വം ഉറപ്പാക്കുക. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മുന്നേയും നിർദ്ദേശങ്ങളിൽ പഠിച്ചതാണ്. അതുകൂടാതെ എല്ലാ കുട്ടികൾക്കും അടിസ്ഥാന നൈപുണികൾ നേടിയെടുക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം എന്നുള്ള മേഖലയ്ക്കും 86-ലെ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇനി സാങ്കേതിക പഠനത്തിനും ഉപരിപഠനത്തിനും സൗകര്യം ഒരുക്കല്. സാങ്കേതിക പഠനത്തിന് പോളിടെക്നിക്കുകളൊക്കെ ഇല്ലേ? അപ്പൊ സാങ്കേതിക പഠനത്തിനും ഉപരിപഠനത്തിനും സൗകര്യം ഒരുക്കൽ എന്നുള്ളതും ഇത് ഊന്നൽ നൽകിയ മേഖലയായിരുന്നു. അടുത്തത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കൽ. സാങ്കേതിക പഠനത്തിനും ഉപരിപഠനത്തിനും സൗകര്യമൊരുക്കല്, ഗവേഷണം പ്രോത്സാഹിപ്പിക്കല്, സാർവത്രികമായ എലമെന്ററി വിദ്യാഭ്യാസം. പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകണം. എലമെന്ററി വിദ്യാഭ്യാസം, സാർവത്രികമായ എലമെന്ററി വിദ്യാഭ്യാസവും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പരിഗണന മേഖല ആയിരുന്നു. ഇനി സാക്ഷരതാ പരിപാടി, വയോജന വിദ്യാഭ്യാസം ഇവ പ്രോത്സാഹിപ്പിക്കൽ. ഇത് നമ്മൾ 68-ലും പറഞ്ഞിട്ടുണ്ടല്ലേ. സാക്ഷരതാ പരിപാടി, ഒരുപാട് സാക്ഷരതാ പരിപാടികൾ നമുക്ക് പഠിക്കാനുണ്ട്. വയോജന വിദ്യാഭ്യാസം ഇവ പ്രോത്സാഹിപ്പിക്കൽ. അപ്പൊ സാങ്കേതിക പഠനത്തിനും ഉപരിപഠനത്തിനും സൗകര്യമൊരുക്കല്, ഗവേഷണം പ്രോത്സാഹിപ്പിക്കല്, സാർവത്രികമായ എലമെന്ററി വിദ്യാഭ്യാസം, സാക്ഷരതാ പരിപാടി, വയോജന വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കല്. ഇത്രയും ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകിയ മേഖല. അതായത് ഈ മേഖലകൾക്ക്, ഈ പറഞ്ഞിരിക്കുന്ന മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഈ മേഖലകളിലെല്ലാം ഇതേപോലെ മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ 86-ലെ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കാമ്പ് പാഠ്യപദ്ധതി ഘടകങ്ങൾ അല്ലെങ്കിൽ കോർ എലമെന്റ്സ് ഓഫ് കരിക്കുലം. ദേശീയ വിദ്യാഭ്യാസ നയം 1986-ൽ പറഞ്ഞിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങള് കാമ്പ് പാഠ്യപദ്ധതി ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ നേടിയെടുക്കേണ്ട അനുഭവങ്ങളുടെ ആകെ ശേഷിയാണ് അല്ലേ. അതിനു വേണ്ടിയിട്ട് കുറേ പാഠ്യപദ്ധതികളും അതുപോലെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കണ്ടന്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തണം, കുട്ടികൾ എന്തൊക്കെ നൈപുണികൾ നേടിയെടുക്കണം, ഏതെല്ലാം മേഖലകളിൽ അറിവ് നേടിയെടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാമ്പ് പാഠ്യപദ്ധതി ഘടകങ്ങൾ അല്ലെങ്കിൽ കോർ എലമെന്റ്സ്, കരിക്കുലത്തിന്റെ കോർ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കണം? ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ അതിനെ പറ്റിയുള്ള ഈ കാര്യങ്ങളെല്ലാം അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വേണം. ഏതൊക്കെ മേഖലയാണെന്ന് നോക്കിയേ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുന്നില്ലേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഇനി ഭരണഘടനാ തത്വങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഒന്നുമില്ല, നമ്മൾ പഠിക്കുന്നതെന്ന് ഓർത്താൽ മതി. നമ്മൾ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നില്ലേ? സ്കൂൾ ടെക്സ്റ്റിലുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതെല്ലാം ഇതിനകത്തുണ്ട്. നോക്കിക്കേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഭരണഘടനാ തത്വങ്ങൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഭരണഘടനാ ജനാധിപത്യവും മതേതരത്വവും
ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും. ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും സമത്വവാദം. അത്രയും മാത്രം ഒന്ന് ആദ്യം നോക്കിക്കേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോർ കരിക്കുലത്തിലുള്ളത് നോക്കിക്കേ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമുക്കറിയാം. നമ്മൾ 857 വിപ്ലവമൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞല്ലേ. അതുപോലെ ഭരണഘടന, അതുപോലെ ജനാധിപത്യവും മതേതരത്വവും. ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും. ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും സമത്വവാദം. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഭരണഘടനാ തത്വങ്ങള്, ജനാധിപത്യവും മതേതരത്വവും, ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും, സമത്വവാദം. അടുത്തെന്ന് പറയുന്നത് ലിംഗസമത്വം, പരിസ്ഥിതി സംരക്ഷണം. ലിംഗസമത്വം, പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക അസമത്വ നിർമാർജനം. സാമൂഹിക അസമത്വ നിർമാർജനം. അതുപോലെ ചെറിയ കുടുംബം എന്ന സങ്കല്പം. ചെറിയ കുടുംബം, അതായത് നമുക്കറിയാം ഇന്നത്തെ കരിക്കുലം എടുത്തു നോക്കുന്ന സമയത്ത് കുടുംബം എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കുടുംബം, അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ധാരണ കുട്ടികളിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ നേട്ടം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ആ ലക്ഷ്യം കൈവരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ കാണാറുണ്ട്. നോക്കിക്കേ, ചെറിയ കുടുംബം എന്ന സങ്കല്പം, ശാസ്ത്രീയ മനോഭാവം. ഇപ്പൊ എന്തൊക്കെയാണ് എലമെന്റ്സ് ഓഫ് കോർ കരിക്കുലം എന്ന് പറയുന്നത്? കാമ്പ് പാഠ്യപദ്ധതി ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഭരണഘടനാ തത്വങ്ങൾ, ജനാധിപത്യവും മതേതരത്വവും, ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും, സമത്വവാദം, ലിംഗസമത്വം, പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക അസമത്വ നിർമാർജനം, ചെറിയ കുടുംബം എന്ന സങ്കല്പം, ശാസ്ത്രീയ മനോഭാവം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കണം. അടുത്തത് NCERT, NIEPA തുടങ്ങിയ നിരവധി ദേശീയ സ്ഥാപനങ്ങളെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനായിട്ട് പങ്കെടുപ്പിച്ചു. നോക്കിക്കേ, NCERT, NIEPA ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നതുമാണ്, എടുത്തു പഠിക്കാൻ പോകുന്നതാണ്. ഏതാ? വിദ്യാഭ്യാസ ഏജൻസികളിൽ നമ്മളിത് ഡീപ്പായിട്ട് പഠിക്കുന്നതാണ്. അപ്പം ഈ ദേശീയ സ്ഥാപനങ്ങളെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനായിട്ട് പങ്കെടുപ്പിച്ചു. NCERTയെയും NIEPAയെയും എന്ത് ചെയ്തു? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനായിട്ട് പങ്കെടുപ്പിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. പ്രത്യേകതകൾ എന്ന് വെച്ചാൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതയാണ് സമത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. സമത്വത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം. അപ്പൊ ഇതെന്ന് പറയുന്നത് 86 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതയാണ്. 86 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതകള്: സമത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, സമത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ വിദ്യാഭ്യാസം. ഇനി പൂർവ ശൈശവകാല സംരക്ഷണവും അതുപോലെ വിദ്യാഭ്യാസവും, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. പൂർവ ശൈശവകാല സംരക്ഷണവും വിദ്യാഭ്യാസവും അതുപോലെ എലിമെന്ററി എഡ്യൂക്കേഷൻ. ഇതും 86 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതകളാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രത്യേകതകൾ ഉൾപ്പെടുന്നതാണ്. ഏതെന്ന് പറയുന്നത്? സമത്വത്തിനു വേണ്ടിയുള്ള വിദ്യാഭ്യാസം. സമത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. അവിടുന്ന് തന്നെ എന്ത് പറയണം? സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. സമത്വം, എല്ലാവർക്കും അവസര തുല്യത, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം. അപ്പം സമത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ വിദ്യാഭ്യാസം, പൂർവ ശൈശവകാല സംരക്ഷണവും വിദ്യാഭ്യാസവും ഓർത്തു വച്ചേക്കണം. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ലാസ്റ്റ് വൺ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയായിരുന്നു. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്
ശിശു കേന്ദ്രീകൃത സമീപനം. നമ്മൾ ഇന്ന് അനുവർത്തിച്ചു പോരുന്ന സമീപനമാണ് ഏതെന്ന് പറയുന്നത് ശിശു കേന്ദ്രീകൃത സമീപനം. അതുപോലെ പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായ പഠന രീതി പ്രൈമറി തലത്തിൽ ഉൾപ്പെടുത്തണം. ശിശു കേന്ദ്രീകൃത സമീപനം നേരത്തെ ഏതായിരുന്നു? ടീച്ചർ സെന്റേർഡ് ആയിരുന്നു. ഇപ്പോഴേതാണ്? ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. ആഗമന രീതിയും നിഗമന രീതിയും നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി ഏതാണ് എന്നുള്ളത്. അപ്പൊ ശിശു കേന്ദ്രീകൃത സമീപനം, ശിശു കേന്ദ്രീകൃത സമീപനം. അതുപോലെ പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായിട്ടുള്ള പഠന രീതി. പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായതും പ്രക്രിയാബന്ധിതമായതും. പ്രക്രിയാബന്ധിതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് പഠിക്കുന്നു എന്നല്ല, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നതാണ് ഏത്? പ്രക്രിയാബന്ധിതം എന്ന് പറയുന്നത്. അപ്പം പ്രൈമറി തലത്തിൽ എന്താണ് വേണ്ടുന്നത്? പ്രവർത്തനത്തിൽ അധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായിട്ടുള്ള പഠന രീതിയാണ് വേണ്ടത് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഒന്നാം തലമുറയിൽപ്പെട്ട കുട്ടികളുടെ പഠന വേഗത പരിഗണിക്കുകയും അത്യാവശ്യമായ പരിഹാര ബോധനം നടപ്പിലാക്കുകയും വേണം. ഒന്നാം തലമുറയിൽപ്പെട്ട കുട്ടികളുടെ, അതായത് ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ കാര്യം ഓർത്താൽ മതി. ഒന്നാം തലമുറയിൽപ്പെട്ട കുട്ടികളുടെ പഠന വേഗത പരിഗണിക്കുകയും അത്യാവശ്യമായ പരിഹാര ബോധനം നടപ്പിലാക്കുകയും ചെയ്യണം. ഇതും എന്തിൻ്റെ പ്രത്യേകതയാണ്? 86-ലെ നയത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം സമത്വത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ വിദ്യാഭ്യാസം, പൂർവ്വ ശൈശവകാല സംരക്ഷണവും വിദ്യാഭ്യാസവും, എലമെന്ററി എഡ്യൂക്കേഷൻ, ശിശു കേന്ദ്രീകൃത സമീപനം, പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായിട്ടുള്ള പഠനരീതി, ഒന്നാം തലമുറയിൽപ്പെട്ട കുട്ടികളുടെ പഠന വേഗത പരിഗണിക്കുകയും അത്യാവശ്യമായ പരിഹാര ബോധനം നടപ്പിലാക്കുകയും ചെയ്യണം. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രൈമറി ഘട്ടത്തിൽ സമ്പൂർണ്ണ ക്ലാസ് കയറ്റം ഉറപ്പാക്കണം. പ്രൈമറി ഘട്ടത്തിൽ സമ്പൂർണ്ണ ക്ലാസ് കയറ്റം, നോൺ ഡിലീഷൻ പോളിസി. ഇപ്പം പ്രൈമറി ഘട്ടത്തിൽ ആരെയും തോൽപ്പിക്കാൻ പാടില്ല. സമ്പൂർണ്ണ ക്ലാസ് കയറ്റം, എല്ലാവർക്കും ക്ലാസ് കയറ്റം നൽകണം എന്നുള്ളതും ശാരീരികമായ ശിക്ഷ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്നും കർശനമായും ഒഴിവാക്കണം. ഇത് വന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഒന്ന് ചെറുതായിട്ട് അടിക്കുമ്പോഴിപ്പോൾ പരാതി കൊടുക്കുകയും ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്? എവിടെ പറഞ്ഞിട്ടുണ്ട്? ഇത് ദേശീയ വിദ്യാഭ്യാസ നയം 1986 പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? കുഞ്ഞുങ്ങളെ ശാരീരികമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ശിക്ഷിക്കരുത് എന്ന് എവിടെ പറയുന്നുണ്ട്? 86-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട്. ശാരീരികമായ ശിക്ഷ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്നും കർശനമായിട്ടും ഒഴിവാക്കണം. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം. അവരെ ശാരീരികമായിട്ട് ശിക്ഷിക്കരുത് എന്നുള്ള കൺസെപ്റ്റ് എവിടെ പറയുന്നുണ്ടായിരുന്നു? 86-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഇനി നോക്കിക്കേ, വിദ്യാലയ സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അതായത് 1986-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട് വിദ്യാലയ സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കണം. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, ഒരു വിദ്യാലയത്തിൽ 2 അധ്യാപകരെയെങ്കിലും ഉറപ്പിക്കൽ. അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരുക്കി കൊടുക്കണം. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, അതുപോലെ ഒരു വിദ്യാലയത്തിൽ 2 അധ്യാപകരെങ്കിലും വേണം. അതുപോലെ ആ 2 അധ്യാപകരിൽ ഒരാൾ വനിതയായിരിക്കണമെന്നും ഈ നയത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കിക്കേ? അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കണം. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കണം. അതുപോലെ അവിടെ 2 അധ്യാപകരെങ്കിലും ഉണ്ടായിരിക്കണം. ആ 2 പേരിൽ ഒരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം എന്നും ഇത് നിഷ്കർഷിക്കുന്നു. ഇനി ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ ലഭ്യമാക്കൽ ഇവയ്ക്ക് ലക്ഷ്യം വയ്ക്കുന്നു. അപ്പം വിദ്യാലയ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? 86-ലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം വിദ്യാലയ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അവിടെ 2 അധ്യാപകരെങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ ഒരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം.
അതുപോലെ ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ ലഭ്യമാക്കണം എന്നും ഇതിൽ പറയുന്നുണ്ട്. ഇനി സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പറ്റി എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡറി വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഈ ഘട്ടത്തിൽ അവസരമൊരുക്കണം. സെക്കൻഡറി ഘട്ടത്തിൽ എന്ത് വേണം? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കണം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കണം. അതുപോലെ സെക്കൻഡറി വിദ്യാലയങ്ങളുടെ വ്യാപനം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. സെക്കൻഡറി വിദ്യാലയങ്ങളുടെ വ്യാപനം എന്ന് പറയുന്നത് ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രത്യേകതയാണ് സെക്കൻഡറി വിദ്യാലയങ്ങളുടെ വ്യാപനം എന്നുള്ളത്. അപ്പൊ നോക്കിക്കേ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഈ ഘട്ടത്തിൽ അവസരമൊരുക്കണം. അതുപോലെ സെക്കൻഡറി വിദ്യാലയങ്ങളുടെ വ്യാപനം എന്നുള്ളതും ഈ നയത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നവോദയ വിദ്യാലയങ്ങളെ പറ്റിയാണ്. എന്തിനാണ് നവോദയ വിദ്യാലയത്തെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് പ്രത്യേകിച്ചെടുത്ത്? കാരണം നവോദയ വിദ്യാലയം തുടങ്ങുന്നത് എന്ന് പറയുന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നവോദയ വിദ്യാലയത്തിന് നമ്മുടെ 86 വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധമുണ്ട്. നമുക്കതിവിടെ പഠിച്ചേ പറ്റത്തുള്ളൂ. എന്താണ് നവോദയ വിദ്യാലയം 86 ദേശീയ വിദ്യാലയ നയവും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെയാണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് സ്ഥാപിച്ച സ്കൂളുകളാണ് ഏതെന്ന് പറയുന്നത്? നവോദയ വിദ്യാലയം എന്ന് പറയുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? നവോദയ വിദ്യാലയം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് എക്സാം എഴുതിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ എന്താണ് ഇനി നമ്മൾ ആ സമയത്ത് ഓർക്കണം, ഇത് 86 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് തുടങ്ങിയ സ്കൂളാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് തുടങ്ങിയ സ്കൂളുകളാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന നവോദയ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ച പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധി. മറന്നു പോകത്തില്ല. കാരണം 86 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന സമയത്ത് പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. എന്നാൽ ആ സമയത്ത് തന്നെയാണ് ഏത് വരുന്നത്? ഈ പറയുന്ന നവോദയ വിദ്യാലയങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരംഭിച്ച പ്രധാനമന്ത്രിയെ ചോദിച്ചു കഴിഞ്ഞാൽ, നവോദയ വിദ്യാലയം ആരംഭിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? രാജീവ് ഗാന്ധിയാണ്. ജവഹർ നവോദയ വിദ്യാലയം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ജവഹർ നവോദയ വിദ്യാലയം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും ആരല്ല? രാജീവ് ഗാന്ധി അല്ല. ഈ സമയത്ത്, അതായത് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് ആര്? രാജീവ് ഗാന്ധി. എന്നാൽ ഈ ആശയം, ജവഹർ നവോദയ വിദ്യാലയം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് PV നരസിംഹറാവു ആണ്. തിരിഞ്ഞു പോകല്ലേ. നവോദയ വിദ്യാലയം ആരംഭിച്ചതാരാ? തുടങ്ങിയതാരാ? രാജീവ് ഗാന്ധിയാണ്. എന്നാൽ ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് ആരാണ്? PV നരസിംഹറാവു ആണ്. PV നരസിംഹറാവു ആണ് ജവഹർ നവോദയ വിദ്യാലയം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഡിഗ്രിയിൽ നിന്നും തൊഴിൽ വേർപെടുത്തൽ, ഉപരിപഠനം, ഗവേഷണം. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നവോദയ വിദ്യാലയത്തെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഇതുമായിട്ട് അതിനൊന്നും ബന്ധമൊന്നുമില്ലേ. ഇത് ഇത്രയും ഒരു കൺസെപ്റ്റാണ്. നവോദയ വിദ്യാലയങ്ങൾ അതെങ്ങനെ വന്നു, അത് ഈ നയത്തിന്റെ ഭാഗമായിട്ട് വന്നു, ആര് കൊണ്ടുവന്നു, ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആര്. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. 86 നയത്തിൽ പറയുന്നുണ്ടല്ലേ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പറ്റി. ഡിഗ്രിയിൽ നിന്നും തൊഴിൽ വേർപെടുത്തൽ, അതുപോലെ ഉപരിപഠനം, ഗവേഷണം. ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ. നമ്മൾ ഇഗ്നോ എന്ന് പറയത്തില്ലേ? ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ എന്തിനു വേണ്ടിയിട്ട് വന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഡിഗ്രിയിൽ നിന്നും തൊഴിലിനെ വേർപെടുത്തൽ, അതുപോലെ ഉപരിപഠനവും ഗവേഷണവും. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് വന്നതാണ് ഏതെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ. അതുപോലെ ഗ്രാമീണ യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഏതാണ്?
തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഡിഗ്രിയിൽ നിന്നും തൊഴിൽ വേർപെടുത്തൽ, ഉപരിപഠനം, ഗവേഷണം, ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിതമായിട്ടുണ്ട്. അതുപോലെ ഗ്രാമീണ യൂണിവേഴ്സിറ്റികൾ എന്നുള്ളതും ഈ നയത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൂല്യനിർണയത്തെ പറ്റിയാണ്. മൂല്യനിർണയത്തെ പറ്റി അപ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ 86-ലെ നയത്തെ പറ്റി പഠിക്കാനുണ്ട്, 68-ൽ അത്രമാത്രം പഠിക്കാനില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ നയത്തിലെ കാര്യങ്ങളൊന്നും നടപ്പാക്കാനായിട്ട് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ഇനി നോക്കിക്കേ, മൂല്യനിർണയം എങ്ങനെയായിരിക്കണം എന്ന് 86-ലെ നയത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കണം നോക്കിക്കേ. ഓർമ്മ പരിശോധനയ്ക്ക് പ്രാധാന്യം കുറയ്ക്കണം. ഓർമ്മ പരിശോധനയ്ക്ക് പ്രാധാന്യം കുറയ്ക്കണം. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയത്തിന് എല്ലാ മേഖലയിലും ഊന്നൽ നൽകണം. ഓർമ്മ പരിശോധനയ്ക്ക് പ്രാധാന്യം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാപ്പാഠം പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസറുകൾ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. അധ്യാപക കേന്ദ്രീകൃതമായിട്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു. ടീച്ചർ കൊടുക്കുന്ന നോട്ട്സുകൾ അതേപോലെ കാണാപ്പാഠം പഠിച്ചിട്ട് ഓർത്ത് എഴുതുന്നു. നമ്മൾ അത് മൂല്യനിർണ്ണയം നടത്തി അവരെ ജയിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് യാതൊരു ഗുണവും ഇല്ല അല്ലേ? അവർക്കത് അവരുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അവരുടെ ശേഷികൾ വളരുന്നില്ല. അപ്പം നമ്മൾ പിന്നീടാണ് ഏത് കൊണ്ടുവന്നത്? പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ പഠന രീതി. അതുകൊണ്ട് തന്നെ മൂല്യനിർണ്ണയം എന്ന് പറയുന്നതും എങ്ങനെ ആയിരിക്കണം? അവരുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഓർമ്മ പരിശോധനയ്ക്കുള്ള പ്രാധാന്യം എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയത്തിന് എല്ലാ മേഖലയിലും ഊന്നൽ നൽകണം. നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയം അത് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച് പോരുന്നത് തന്നെയാണ് അല്ലേ? ഇനി മൂല്യനിർണ്ണയം കുട്ടിക്കും അധ്യാപകനും രക്ഷിതാവിനും സഹായകമാകുന്ന തരത്തിലാകണം. മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് കുട്ടിക്കും അധ്യാപകനും അതുപോലെ തന്നെ രക്ഷിതാവിനും സഹായകമാകുന്ന രീതിയിലാകണം. മാർക്കിന് പകരം ഗ്രേഡ് സമ്പ്രദായം നടപ്പിലാക്കണം. മാർക്കിന് പകരം ഗ്രേഡ് സമ്പ്രദായം നടപ്പിലാക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് മൂല്യനിർണ്ണയത്തെ പറ്റി? ഓർമ്മ പരിശോധനയ്ക്ക് പ്രാധാന്യം കുറയണം. ഓർമ്മ പരിശോധനയ്ക്ക് പ്രാധാന്യം കുറയണം. നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയത്തിന് എല്ലാ മേഖലയിലും ഊന്നൽ നൽകണം. അതുപോലെ മൂല്യനിർണ്ണയം കുട്ടിക്കും അധ്യാപകനും രക്ഷിതാവിനും സഹായകമാകുന്ന തരത്തിലാകണം. മാർക്കിന് പകരം ഗ്രേഡ് സമ്പ്രദായം നടപ്പിലാക്കണം എന്നും ഇതിൽ പറയുന്നു. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഒരു പദ്ധതിയായിരുന്നു അല്ലേ? ഒരു വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് അത് ഇവിടെ പഠിക്കുന്നത്? 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിലവിൽ വരുന്നത്. എന്നാണ് 1987. അപ്പോൾ ആലോചിച്ച് നോക്കേ, ദേശീയ വിദ്യാഭ്യാസ നയം 1986 നിലവിൽ വന്നു. അതിനുശേഷം നിലവിൽ വരുന്നു ഏത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പ്രാഥമിക വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാനുള്ള പദ്ധതി. പ്രാഥമിക വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് ഏത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 1987 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിലവിൽ വരുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1987 നിലവിൽ വന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രാഥമിക വിദ്യാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കാനുള്ള പദ്ധതി. ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. അത് പ്രാഥമിക വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 പ്രത്യേകത എന്താണെന്ന് നോക്കണം. പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വർഷം നോക്കിക്കോണേ. പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. 1986 ദേശീയ വിദ്യാഭ്യാസ നയം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് 1990 നവംബർ 7 ആചാര്യ രാമമൂർത്തി അധ്യക്ഷനും മറ്റ് 16 അംഗങ്ങളും അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 ആണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ 1986
ദേശീയ വിദ്യാഭ്യാസ നയത്തെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് 1990 നവംബർ 7 ഒരു കമ്മിറ്റിയെ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ചു. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് അങ്ങനെ പറയാമല്ലോ, 1986 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച കാര്യങ്ങളെ പഠിക്കുന്നതിനായിട്ട് 1990 നവംബർ 7 നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആചാര്യ രാമമൂർത്തി ആയിരുന്നു. ഇനി ഇതിന്റെ പരിഗണനാ വിഷയം ഏതാന്ന് ചോദിച്ചാൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ നടപ്പാക്കലും വിലയിരുത്തുക എന്നുള്ളതാണ്. ഇത് വിദ്യാഭ്യാസ നയവും എന്നാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ നടപ്പാക്കലും വിലയിരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഗണന വിഷയം. ഇതിനു വേണ്ടിയിട്ടാണ് രാമമൂർത്തി കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, കാരണം അത് റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്നത് ആ വർഷത്തിലാണ്. അതിനു മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, 1986 ദേശീയ വിദ്യാഭ്യാസ നയം വിലയിരുത്തുന്നതിനായി 1990 നവംബർ 7 ആചാര്യ രാമമൂർത്തി അധ്യക്ഷനായിട്ട് ഒരു കമ്മിറ്റിയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. അധ്യക്ഷനും അതുപോലെ മറ്റ് 16 അംഗങ്ങളും കൂടെ ചേരുന്നതാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ പരിഗണനാ വിഷയമായിരുന്നു 1986 ദേശീയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ നടപ്പാക്കലിനെ വിലയിരുത്തുക എന്നുള്ളത്. ഇനി വിദ്യാഭ്യാസ നയത്തിലെ ശുപാർശകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. അടുത്ത പരിഗണനാ വിഷയമാണ് വിദ്യാഭ്യാസ നയത്തിലെ ശുപാർശകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. അപ്പോൾ വിദ്യാഭ്യാസ നയത്തിൽ ഒരുപാട് ശുപാർശകൾ പറയുന്നുണ്ട്. അതിൽ അംഗീകരിക്കാൻ പറ്റുന്നത് ഏത്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതും ഇതിൻ്റെ പരിഗണനാ വിഷയമായിരുന്നു. ആദ്യത്തെ ഏതായിരുന്നു? 86 വിദ്യാഭ്യാസ നയവും അതിൻ്റെ നടപ്പാക്കലും എങ്ങനെയാണെന്ന് വിലയിരുത്തുക. അതുപോലെ വിദ്യാഭ്യാസ നയത്തിലെ ശുപാർശകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. ഇനി പരിഷ്കരിച്ച നയം നിശ്ചിത സമയത്തിനകം നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതി ശുപാർശ ചെയ്യുക. ഈ നയം കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാണും അല്ലേ? അതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം നിശ്ചിത സമയത്തിനകം അതെന്ത് ചെയ്യണം? നടപ്പിലാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങണം. അതിനുള്ള പദ്ധതികളൊക്കെ ശുപാർശ ചെയ്യുക എന്നുള്ളതും, ഇതിനായിട്ട് 6 സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ഇതുപോലൊരു പദ്ധതി എവിടെ ഉണ്ടായില്ല? 68 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടായില്ല. ആ പോരായ്മ പരിഹരിച്ചുകൊണ്ടാണ് 86 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയും ഇതിലും വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം നിശ്ചിത സമയത്തിൽ അത് പ്രസിദ്ധീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ നയം നടപ്പിലാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും, ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്തു? 6 സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പം എന്തൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ശുപാർശകൾ? ഇവർ കൊണ്ടുവന്ന ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? അതായത് രാമമൂർത്തി കമ്മിറ്റി വന്നു, വിദ്യാഭ്യാസ നയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കെങ്കിൽ അത് ചെയ്യണം, അപ്പോൾ ശുപാർശകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട് അത് പഠിക്കണം, അതൊക്കെ പ്രാവർത്തികമാക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഇവർ കൊണ്ടുവന്ന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ കോംപ്ലക്സ് തലത്തിൽ വേണം ആസൂത്രണം നടത്തേണ്ടത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ പറയുന്ന LP, UP, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ഇവ അവരുടെ വിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറാൻ പറ്റുമാറ്, വിഭവങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റുമാറ് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളുകളുടെ കൂട്ടമാണ് ഏതെന്ന് പറയുന്നത്? വിദ്യാഭ്യാസ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് ആസൂത്രണം ചെയ്യണം. വിദ്യാഭ്യാസ കോംപ്ലക്സ് തലത്തിൽ വേണം ആസൂത്രണം നടത്തേണ്ടുന്നത്. ആസൂത്രണം നടത്തേണ്ടുന്നത് എവിടെയാണ്?
സ്കൂൾ കോംപ്ലക്സുകളിലാണെന്ന് ഓർത്താൽ മതി. വിദ്യാഭ്യാസ കോംപ്ലക്സ് തലത്തിൽ വേണം, അതാണ് സ്കൂൾ കോംപ്ലക്സ് തലത്തിൽ വേണം എന്ത് നടത്തേണ്ടുന്നത്, ആസൂത്രണം നടത്തേണ്ടുന്നത്. അപ്പൊ ആ സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ബിൽഡിങ്ങിൽ തന്നെ അല്ല ഏതെന്ന് പറയുന്നത് LP UP ഈ പറയുന്ന ഹയർ സെക്കൻഡറി അങ്ങനെ അല്ല, ഒരു പ്രദേശത്ത് തന്നെ ഒരു അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളുകളുടെ കൂട്ടമാണ് ഏതെന്ന് പറയുന്നത് സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അവിടെ വേണം എന്ത് നടപ്പിലാക്കേണ്ടുന്നത്, ആസൂത്രണങ്ങൾ നടപ്പിലാക്കേണ്ടുന്നത്. വികേന്ദ്രീകൃതവും പങ്കാളിത്തപരവുമായിട്ടുള്ള ആസൂത്രണം പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് സഹായിക്കും. വികേന്ദ്രീകൃതവും പങ്കാളിത്തപരവുമായിട്ടുള്ള ആസൂത്രണം പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് സഹായിക്കുമെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ലിംഗസമത്വം ഉറപ്പാക്കണം. പാഠപുസ്തകത്തിലെ ലിംഗ അസമത്വം ഒഴിവാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകണം എന്നുള്ളതും രാമമൂർത്തി കമ്മിറ്റിയുടെ ശുപാർശകളിൽ പെടുന്നതാണ്. അപ്പോൾ 3 ശുപാർശകൾ പറഞ്ഞ് എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ കോംപ്ലക്സ് തലത്തിൽ വേണം ആസൂത്രണം നടത്തേണ്ടത്. വിദ്യാഭ്യാസ കോംപ്ലക്സ് തലത്തിൽ വേണം ആസൂത്രണം നടത്തേണ്ടുന്നത്. വികേന്ദ്രീകൃതവും പങ്കാളിത്തപരവുമായിട്ടുള്ള ആസൂത്രണം പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് സഹായിക്കുന്നു. ലിംഗസമത്വം ഉറപ്പാക്കണം. പാഠപുസ്തകങ്ങളിലെ ലിംഗ അസമത്വം ഒഴിവാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകണം എന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. അടുത്തെന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടി തൊഴിൽ വിദ്യാഭ്യാസ കോംപ്ലക്സ് വഴി നൽകാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാം എന്നുള്ള ശുപാർശയും നൽകുന്നു. അപ്പൊ എന്താണ്? പെൺകുട്ടികൾക്ക് വേണ്ടി തൊഴിൽ വിദ്യാഭ്യാസ കോംപ്ലക്സ് വഴി നൽകണം. പെൺകുട്ടികൾക്ക് വേണ്ടി തൊഴിൽ വിദ്യാഭ്യാസ കോംപ്ലക്സ് വഴി നൽകാൻ വേണ്ടിയിട്ടും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. ഇനി അധ്യാപക പരിശീലനം, അധ്യാപക വിദ്യാഭ്യാസം എന്നിവ പുനർനവീകരിക്കണം. അപ്പൊ ആദ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഒരു ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് പഠിച്ചാൽ മതിയായിരുന്നു? നമ്മൾ ഏതെങ്കിലും ഒരു ബിരുദം എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ +2 കഴിയുന്നു, TTC എടുക്കുന്നു, അതിനുശേഷം നമ്മൾ പരീക്ഷ എഴുതുന്നു. നമുക്ക് TTC B.Ed ഉണ്ടെങ്കിൽ എന്താണ്, അധ്യാപകരാകുക, ആ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്താൽ മതി, നമുക്ക് എക്സാം എഴുതാം, അതുപോലെ ഒരു ടീച്ചറായിട്ട് മാറാം അല്ലേ? ഇപ്പം എന്തിനാണ് KTET കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നില്ലേ? അധ്യാപകരുടെ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നില്ലേ? അപ്പം നോക്കിക്കേ, അധ്യാപകരുടെ പരിശീലനം, അധ്യാപക വിദ്യാഭ്യാസം എന്നിവ പുനർനവീകരിക്കണമെന്നും ഈ ശുപാർശയിൽ ഈ കമ്മിറ്റിയുടെ ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയുടെ ശുപാർശയിൽ പറയുന്നുണ്ട്. ആ കാര്യവും ഓർത്ത് വെച്ചേക്കണം. ഇനി സേവനകാല പരിശീലനം ഡയറ്റുകൾ സ്കൂൾ കോംപ്ലക്സുമായിട്ട് കൂടിയാലോചിച്ച് നടപ്പിലാക്കണം. സേവനകാല പരിശീലനം, അതായത് അധ്യാപകരുടെ സേവനകാല പരിശീലനം ഡയറ്റുകൾ, സ്കൂൾ കോംപ്ലക്സുകൾ എന്നിവയുമായിട്ട് കൂടിയാലോചിച്ച് നടപ്പിലാക്കണം. സേവനകാല പരിശീലനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അധ്യാപകർ പരിശീലനത്തിന് പോകുന്നത്. സേവനകാല പരിശീലനം ഡയറ്റുകൾ, സ്കൂൾ കോംപ്ലക്സുകൾ എന്നിവയുമായിട്ട് കൂടിയാലോചിച്ചിട്ട് നടപ്പിലാക്കണം. ആദ്യകാല ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും ജനനം മുതൽ 6 വയസ്സ് വരെ എന്ന് നിശ്ചയിച്ചു. അതായത് 1ാം ക്ലാസ്സിൽ ചേർക്കണമെങ്കിൽ 6 വയസ്സായേക്കണം എന്നൊക്കെ ഇപ്പോൾ ഒരു റൂളില്ലേ? 6 വയസ്സായെങ്കിലും 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റത്തുള്ളൂ. പണ്ട് കാലത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലേ, 5 വയസ്സിൽ നമുക്ക് കൊണ്ട് ചേർക്കായിരുന്നു. അപ്പൊ നോക്കിക്കേ, ആദ്യകാല ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും ജനനം മുതൽ 6 വയസ്സ് വരെ എന്ന് നിശ്ചയിച്ചതാണ്. ആദ്യകാല വിദ്യാഭ്യാസവും സംരക്ഷണവും 6 വയസ്സ് വരെയാണ്, ജനനം മുതൽ 6 വയസ്സ് വരെയാണ് എന്ന് നിഷ്കർഷിച്ചു. അപ്പൊ നോക്കിക്കേ, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏതായിരുന്നു? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 ആയിരുന്നു. അത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കമ്മിറ്റി ആയിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകളായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും. അതായത് വിദ്യാഭ്യാസ കോംപ്ലക്സ് തലത്തിൽ വേണം ആസൂത്രണം നടത്തേണ്ടുന്നത്. വികേന്ദ്രീകൃതവും പങ്കാളിത്തപരമായിട്ടുള്ള ആസൂത്രണം പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് സഹായിക്കും. ലിംഗസമത്വം ഉറപ്പാക്കണം. പാഠപുസ്തകത്തിലെ ലിംഗ അസമത്വം
അസമത്വം ഒഴിവാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകണം. പെൺകുട്ടികൾക്ക് വേണ്ടി തൊഴിൽ വിദ്യാഭ്യാസ കോംപ്ലക്സ് വഴി നൽകാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. അധ്യാപക പരിശീലനം, അധ്യാപക വിദ്യാഭ്യാസം എന്നിവ പുനർനവീകരിക്കണം. അതുപോലെ സേവനകാല പരിശീലനം, ഡയറ്റുകൾ സ്കൂൾ കോംപ്ലക്സുകളുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കണം. ഇവയുമായി, അതായത് ഡയറ്റുകളുമായും സ്കൂൾ കോംപ്ലക്സുകളുമായിട്ടും കൂടിയാലോചിച്ച് നടപ്പിലാക്കണം. ആദ്യകാല ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും ജനനം മുതൽ 6 വയസ്സ് വരെ എന്ന് നിശ്ചയിച്ചു. ഇത്രയൊക്കെയാണ് രാമമൂർത്തി കമ്മിറ്റിയുടെ ശുപാർശകൾ എന്ന് പറയുന്നത്. 1968 ദേശീയ വിദ്യാഭ്യാസ നയവും 1986 ദേശീയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ ശുപാർശകളുമാണ് നമ്മൾ പഠിച്ചത്. താങ്ക് യു.